നിങ്ങൾ നല്ല സന്തോഷത്തിലാണ്, നിങ്ങളുടെ കയ്യടി കണ്ടായിരിക്കാം അറിയാം കേട്ടോ. അപ്പൊ ഞാൻ മക്കളെ എന്ന് വിളിച്ചാൽ നിങ്ങൾ എന്തോന്ന് വിളിയാക്കണം? മക്കളെ, അയ്യോടാ മക്കളെ. ആ, യഥാർത്ഥ മക്കളാണ് നിങ്ങൾ. ഈ കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങളും ഇതിഹാസങ്ങളും തേടി പോകുന്നവരാണ് കുഞ്ഞുങ്ങൾ. നിങ്ങൾക്ക് അന്വേഷണാത്മകമായ ത്വരിത ഹൃദയാന്തരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മേനി ഉണ്ടെങ്കിൽ ആ മേനി ഒരു കൗമാരക്കാരൻ്റെതാണ്. അവന് ചമർപ്പിനോടും കയ്പിനോടും രുചികളോടും മധുരത്തോടും ഇഷ്ടങ്ങളോടും മഞ്ഞിനോടും തുമ്പിയോടും പറവകളോടും പ്രഭാതങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് ആര്? കുട്ടികൾ. ആര്? കുട്ടികൾ. അതുകൊണ്ടാണ് ചാച്ചാജി പറഞ്ഞത് കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ അത്ഭുതങ്ങളെ ഇതിഹാസങ്ങളെ തേടിപ്പോകും. പക്ഷെ അവരോട് സംസാരിക്കേണ്ട രീതികൾ, അതിൻ്റെ അതിർവരമ്പുകൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഡ്രഗ് ആൻഡ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാനും മഹേഷും. ഈ സൈക്കോട്രോപി സബ്സ്റ്റൻസിൻ്റെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കേവലം ഒരു ക്ലാസ് ആയിട്ട് കാണണ്ട, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയാമെന്ന് വിചാരിച്ചാൽ മതി. നമ്പൂരി പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് വർത്താനം പറയാം. എന്താണ് വർത്തമാനം കേട്ടോ, ഉപദേശമൊന്നുമല്ല. കാര്യം ഉപദേശം കേട്ടാൽ നിങ്ങൾ ഉറങ്ങും കേട്ടോ. ഞങ്ങൾ എവിടെയും ലഹരി എന്ന് പറയുന്ന വിഷയം സംസാരിക്കുമ്പോൾ ഞങ്ങൾ എവിടെയും പറയാറുണ്ട്, എന്താ പറയുന്ന അറിയാം, ലഹരി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, ആന്റി ഡ്രഗ് എന്ന വാക്ക് യൂസ് ചെയ്യരുത്. അപ്പൊ ഞങ്ങൾ ചോദിക്കും സാർ എന്താ തലക്കെട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കും, അധ്യാപകർ ചോദിക്കും, പല സംഘടനകളൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ പറയും പ്രകാശം പരത്തുന്ന കൗമാരങ്ങൾ, പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങൾ, അറിഞ്ഞതും അറിയാനിരിക്കുന്നതും, തിരിച്ചറിവ്, ബോധ്യം, പരിഗണന, അങ്ങനെയൊക്കെ കുറെ പേരുകളൊക്കെ പറയും. ഇങ്ങനെ കിട്ടോളാൻ പറയും ഇങ്ങനെ പേരുകൾ. അപ്പൊ ഇന്ന് നമ്മൾ ചില തിരിച്ചറിവുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റപ്പെടുകയാണ്. ശരിക്കും എന്താ തിരിച്ചറിവ്? ശരിക്കും എന്താണ് തിരിച്ചറിവ്? ആ, ഒരു കാര്യം തിരിച്ചറിയുന്നതാണ് തിരിച്ചറിവ്. അല്ല എന്നാലും പറഞ്ഞല്ലോ എന്റെ പൊന്നു മോള് മെഡിക്ക് പേരെന്താ? ഇങ്ങനെ ഈ മറുപടി പറയാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ്. എൻ്റെ പേരെന്താണെന്നറിയാമോ? എൻ്റെ പേരെന്താ? ഇപ്പൊ നിങ്ങൾ 4 പേരും ഞാൻ നോക്കി ചിരിക്കുന്നില്ലേ? ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ തലയൊക്കെ താത്തി മീ എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ചില കുട്ടികൾ. പക്ഷെ നിങ്ങളുടെ ആ പവർ ഉണ്ടല്ലോ, അതാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. അപ്പം യെസ്. അപ്പൊ എന്താണ് അറിവ്? എന്താണ് തിരിച്ചറിവ്? അറിവ് എന്ന് പറഞ്ഞാൽ എന്താ? നോളജ്. അത് എവിടെ നിന്ന് കിട്ടണേ? സ്കൂളിൽ നിന്ന് കിട്ടും, പൊതു ഇടങ്ങളിൽ നിന്ന് കിട്ടും, ഒരു ഗുരുവിൽ നിന്ന് കിട്ടും, ഒരാൾ. യെസ് ആണ് അറിവ്. 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ എന്തുണ്ടാവും? H2O, വാട്ടർ. റൈറ്റ്? യെസ്. പക്ഷേ അതേ ജലം തന്നെ ഒരാൾ വീട്ടിന്റെ മുറ്റത്ത് ദാഹിച്ച ഒരാൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ അവിടെ വെച്ച് അങ്കിളെ ആൻറ്റി കയറിയിരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പോയി അമ്മ ഈ വെള്ളം തിളപ്പിച്ച് കാച്ചി വെച്ച വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് ഒഴിച്ച് ഓടിക്കൊണ്ടുപോയിട്ട് ഗസ്റ്റിന് കൊടുക്കുന്നതിന് പേരെന്താണ്? തിരിച്ചറിവ്. തിരിച്ചറിവ്. അതായത് ഈ വെള്ളം 2 ഹൈഡ്രജൻ ഓക്സിജൻ കൂടി ചേർന്ന് എന്തുണ്ടാവും? H2O. അത് അറിവാണ് അല്ലേ? ഇതേ വെള്ളം തന്നെ ദാഹിക്കുന്നവരൊക്കെ എടുത്ത് കൊടുക്കണം എന്നുള്ളത് എന്താണ്? തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിൽ 2023 ജനുവരി മാസം 7-ാം തീയതി 16 ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു. ആരാ 16 ചെറുപ്പക്കാരെന്നറിയോ? ആ കൗമാരപ്രകാരമാണ്. SSLC മുഴുവൻ A+ വാങ്ങിയ 16 പേരും 1100 മാർക്ക് +2 വാങ്ങിയവർ. അപ്പൊ ഈ 16 പേരും SSLCക്ക് മുഴുവൻ വിഷയത്തും A+ വാങ്ങിയവരാണ്. ഈ 16 പേരും സമൂഹങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ജീവിത നിലവാരം പുലർത്തുന്ന കുടുംബാധ്യക്ഷം വന്ന 16 പേരാണ്. ആ 16 പേര് MBBS പൂർത്തിയാക്കിയവരാണ്. അതിൽ 6 പേർ എൻറോൾമെന്റ് കഴിഞ്ഞവരാണ്. ഈ 16 പേരെയും 2023 ജനുവരി 19-ാം തീയതി തൃശ്ശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാ അറസ്റ്റ് ചെയ്യുന്നറിയാമോ? നമ്മളൊക്കെ പത്രമാധ്യമങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. ഈ 16 പേരും അവർ ഒരു
പാർട്ടിക്ക് വേണ്ടി, അതായത് പത്തനംതിട്ട സ്വദേശിയായ ഒരു MBS വിദ്യാർത്ഥി ചാലക്കുടിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 200 ഗ്രാം MDMA കൈവശം വെച്ച് മുറിയിൽ കൊണ്ടുപോയി ആ 16 ഗ്രാമിൽ ഉപയോഗിച്ച് ബാക്കി 11 ഗ്രാമോളം വരുന്ന സാധനം അലമാരയുടെ അടിയിൽ വെച്ച് 10-60 ഗ്രാം കഞ്ചാവ് വേർത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, മുറിക്കകത്തുണ്ടായിരുന്നു. ഈ ചാലക്കുടിക്കാരനെ പിടിച്ച് ടവർ ലൊക്കേഷനൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇത് വാങ്ങിയിരിക്കുന്നത് തൃശ്ശൂർ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പത്തനംതിട്ട സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലായി. പോലീസ് പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ലോഡ്ജിലേക്ക് എത്തി രാത്രി 12 മണിക്ക്. അങ്ങനെ അവിടെ മുറിയൊക്കെ ദേഹമൊക്കെ പരിശോധിച്ച് എവിടെയില്ല, മുറിക്കകത്ത് സാധനം കിട്ടി. ഈ 16 പേരോടും ചോദിച്ചു, ആരാണ് ഇതിന് ഉത്തരവാദി? ഹൂ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി? നോ ആൻസർ. 16 പേരും എനിക്കറിയില്ല, ഞാനല്ല. ആ 16 പേരും ചങ്കുകളായിരുന്നു. ആര്? ചങ്കുകൾ. നീ ഈ വിളയെ കുറ്റി കൊടുക്കുമോ? കുറ്റി കൊടുക്കില്ല. നിങ്ങൾ എങ്ങോട്ട് കുറ്റി കൊടുക്കുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇന്ന ആരും പറഞ്ഞ 16 പേരും 16 പേരെ കുറ്റപ്പെടുത്തിയില്ല. അങ്ങനെ 16 പേരും പോലീസിന്റെ FIRന്റെ 7ാമത്തെ കോളത്തിൽ അവരുടെ 16 പേരുകൾ എഴുതി ചേർത്തു. ആ 16 പേരും ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിലാണ് ബെയിൽ കിട്ടി പുറത്തിറങ്ങിയത് മലമ്പുഴ ജയിലിൽ നിന്ന്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് 1/2 ഗ്രാം പോലും കൈവശം വെക്കുന്നത് എന്താണ്? നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ജാമ്യം കിട്ടുമോ? കിട്ടൂല. അപ്പൊ 16 പേർക്കും ഇനി ഒന്നും വേണ്ട. SLC മുഴുവൻ A+, +2 എല്ലാം A+ കിട്ടിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ MBBS ബിരുദമുണ്ട്. അവരെവിടെങ്കിലും പോയി ആമസോണോ ഫ്ലിപ്കാർട്ടിലോ എന്തെങ്കിലും ഡോർ ടു ഡെലിവറി സാധനം ചെയ്ത് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് ജോലിക്ക് ചെല്ലുമ്പോൾ അടുത്ത മാസം 1-ാം തീയതി പുതിയ ലേബർ ആക്ട് ഒക്കെ വരുന്നുണ്ട്. ലേബർ ആക്ട് 5-ൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് ജോലി കിട്ടണമെങ്കിൽ, അത് ഗവൺമെന്റ് ഓർ നോട്ട് ഗവൺമെന്റ് എന്തോ ആയിക്കോട്ടെ, ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ ബയോഡാറ്റ ആ സ്ഥാപനം സൂക്ഷിക്കണം. ആ ബയോഡാറ്റയിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ബയോഡാറ്റയിൽ ആ വ്യക്തിയുടെ അദ്ദേഹത്തെ പേഴ്സണൽ ഡാറ്റ ഈ സ്ഥാപനം സൂക്ഷിക്കണം. 2, അദ്ദേഹത്തിന് ഹെൽത്ത് ഡീറ്റെയിൽ സൂക്ഷിക്കണം. 3, അദ്ദേഹത്തിന് ആധാർ കാർഡ് കമ്പൽസറി ആണ്. ഇതിലെല്ലാം പറയുന്ന നമ്പർ 1 എന്ന് പറയുന്നത് PCC ആണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഏതാണ്? PCC. ഏതാ? PCC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പം ഈ 16 പേർക്ക് PCC സർട്ടിഫിക്കറ്റ് കിട്ടുമോ? കിട്ടില്ല. അവരുടെ പേര് പത്തനംതിട്ട സ്വദേശി, ആസാം സ്വദേശി, അതിനാൽ ഹൈദരാബാദ് സ്വദേശി, ബീഹാർ സ്വദേശി, ഉത്തരാഖണ്ഡ് സ്വദേശിയൊക്കെ അതുണ്ട്. മലയാളികൾ 3 പേരുണ്ട്. ഈ 3 പേരും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും അങ്ങ് പാലക്കാട് കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ, മദർ സ്റ്റേഷനിൽ പോയിട്ട്, സാർ എനിക്ക് ഇന്ന ആവശ്യത്തിന് പെരുന്തൽമണ്ണയിലെ ഇങ്ങനെ ഫ്ലിപ്കാർട്ട് സ്ഥാപനത്തിലേക്ക് മാസം 17 ശമ്പളമുണ്ട്, എനിക്ക് ജോലി ചെയ്യാനായി താല്പര്യപ്പെടുന്നതിന് ബയോഡാറ്റ സ്ഥാപനം ഇഷ്ടപ്പെട്ട് എന്നെ ഇന്റർവ്യൂ ക്ഷണിച്ചിട്ടുണ്ടായതിനാൽ അന്നേ ദിവസം എൻ്റെ പേരിൽ കേസുകളൊന്നുമില്ല എന്നുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എൻ്റെ മദർ സ്റ്റേഷൻ ആവശ്യപ്പെട്ടതിനാൽ എൻ്റെ പേരിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു വരാൻ അപേക്ഷിക്കുന്നു. ആ സ്റ്റേഷനിലെ SHOയ്ക്ക് അപേക്ഷ തന്നു. SHO ആ പരാതി ഒരു താഴെ ഉദ്യോഗസ്ഥന് ഫോർവേഡ് ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് മറുപടി തരാനായി ഏൽപ്പിക്കും. ആ മനുഷ്യൻ, ആ പോലീസുകാരൻ ഈ വ്യക്തിയുടെ വീടിൻ്റെ പരിസരത്ത് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും ക്രൈം ഡ്രൈവിൽ അദ്ദേഹത്തിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ മോണിറ്ററിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. യതീഷ്, 21 വയസ്സ്, സൺ ഓഫ് ബാലകൃഷ്ണൻ, നാർക്കോട്ടിക്സ് കേസ്, NDPS കേസ് 27B ആക്ട് ഫ്രം രജിസ്റ്റർ ഫ്രം തൃശ്ശൂർ സിറ്റി പോലീസ്. അതിന് മുകളിൽ വരും ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിക്കിടക്കും. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ അപേക്ഷ റിജക്റ്റ് ചെയ്യും. അപേക്ഷ റിജക്റ്റ് ചെയ്യും. MBBS ബിരുദം കയ്യിലുണ്ടായിട്ടും SLCക്ക് മുഴുവൻ A+ കിട്ടിയിട്ടും +1 മുഴുവൻ A+ കിട്ടിയിട്ടും ഈ 16 പേർക്കും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോലും ജോലി ചെയ്യാൻ സാധിക്കാത്ത ദുരന്തമാണ് ഏത് വഴി കിട്ടിയത്? നമ്മളിന്ന് സംസാരിക്കുന്ന ലഹരി എന്ന് പറയുന്ന ഈ ദുരന്തം സമ്മാനിച്ചത്. അപ്പൊ ഇന്ന് ഈ അക്കാഡമിയിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാം, ഒരുപക്ഷെ നിങ്ങളെല്ലാം വിചാരിക്കും എന്നെ അത് ബാധിക്കൂല, ഞാനിത് ഉപയോഗിക്കത്തൊന്നുമില്ല, എൻ്റെ ലക്ഷ്യം വേറെയാണ്, ഞാൻ ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത പെൺകുട്ടിയാണ്, ഞാൻ ബിലീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്ത ആൺകുട്ടിയാണ് സാർ, എൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഉപയോഗങ്ങളുമില്ല, ഞാൻ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല, എന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റൂല. മമ്പാട് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂളിൽ ടീച്ചറുണ്ട്, സർഫുന ടീച്ചർ, റിട്ടയർഡ് ചെയ്ത ടീച്ചർ എന്നും പറയും, ഫിലിപ്പെ, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പിനോട് അവൻ്റെ വീട്ടിലൊന്ന് പോകാൻ. അവൻ്റെ പേര് പറയുന്നില്ല. അവനെ വിളിക്കുന്ന ടീച്ചർ പറഞ്ഞു, ഓനെ പല പേരാണ് ഞങ്ങൾ വിളിക്കുക. ഇങ്ങനൊരു കുരുത്തം കെട്ടവൻ എൻ്റെ 33 വർഷം സർവീസ് ഞാൻ കണ്ടിട്ടില്ല ഫിലിപ്പെ. ഓനോ പഠിക്കൂല, മറ്റു കുട്ടികളും പഠിപ്പിക്കൂല. ഒരു കുരങ്ങിൻ്റെ സ്വഭാവമുള്ളൊരു കുട്ടി. ഇവിടെ ഇരുന്നപ്പോൾ കുറച്ച് അപ്പുറത്തിരിക്കും. ഉച്ചയ്ക്ക് കുട്ടികളെ ചോറ് കെട്ടതിനും അങ്ങനെ ചൊറിഞ്ഞും മാന്തി അവനിരിക്കും. ഏത് സമയം നോക്കിയാലും അസ്വസ്ഥപ്പെടുക, റോക്കറ്റ് വിട്ട് കളിക്കുക, ഭിത്തിയിലൊക്കെ ഓരോരുത്തർ പേരിങ്ങനെ കൊണ്ട് എഴുതി വയ്ക്കുക, ടീച്ചർമാരുടെ പേരൊക്കെ.
എന്നാൽ എൻ്റെ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഒരു ടീച്ചറെ 300 എടുത്തുകൊണ്ട് പോയിട്ട് അവന് പൈസ ഇവിടെ വെച്ചു. വെറുതെ അവനാ സംശയം ഞങ്ങൾക്ക് വന്നപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ പൈസ ഇരിക്കണം 300 രൂപ 300 തൊട്ട്. ഇത് എവിടെ നിന്നാണ് ചോദിച്ചപ്പോൾ എങ്ങനെ ഇവിടെ വന്നേന്നോ ചോദിക്കണേ. ഇങ്ങനെ കള്ളം പറയുന്ന ഒരു കുട്ടി. പക്ഷെ ചില സമയത്ത് കണ്ട അവനെ പാവം തോന്നുന്നു പറയാം, ചില സമയത്ത് കണ്ടാൽ പാവം തോന്നും. അവനെന്ത് മെലിഞ്ഞ് പെൻസിൽ പോലെ. ഞങ്ങൾ ചോദിക്കും നീ എന്താ ഇങ്ങനെ ഇരിക്കണം ചോദിക്കുമ്പോൾ പറയും ഞാൻ സ്ലിം കുട്ടി ആകുകയാണ്. ഓൻ്റെ ഉമ്മ ഇന്ന് വരെ സ്കൂളിൽ വന്നിട്ടില്ല, ഉപ്പനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഞാനൊക്കെ ബോർഡിലൊക്കെ ഇങ്ങനെ എന്തേലും എളുപ്പം വരിക നടന്നോളാം. അപ്പോൾ ഞങ്ങൾ ബോർഡിലൊക്കെ എന്തായാലും ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ എഴുതി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേന് ഇവൻ ഈ 10-62 കുട്ടികളെ പുറയുന്ന ഇവൻ ഓടി വന്നിട്ട് ആ ടെസ്റ്റ് എടുത്ത് തുടച്ച് വൃത്തിയാക്കി വിട്ടും ആരോ ഇവനെ ഏൽപ്പിച്ച പോലെ ആവും. യുവജനോത്സവമൊക്കെ നടക്കുമ്പോൾ കർട്ടൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോക്ക് റൂമിലേക്ക് പോകുമ്പോൾ ഇവൻ ചാടി കയറി ഇടാ കയറി തലയെ വെച്ച് സാധനം പോയി വലിഞ്ഞു കയറി ആ കർട്ടൻ കെട്ടി കഴിഞ്ഞിരിക്കുന്നുണ്ടാവും. എന്നിട്ട് കർട്ടൻ ആർക്കും കൊടുക്കൂല, അവൻ തന്നെ പിടിച്ച് വലിക്കും, അവൻ തന്നെ പിടിച്ചോളതില്ല വൈകുന്നേരം വരെ. ചോറ് പോലും ഉണ്ടാവും പോകില്ല. ആ പോയാലും ആ കട്ടൻ വലിക്കുന്നത് പേടിച്ച് അവൻ അവിടെ ഇരിക്കും, ഒരു സ്റ്റൂൾ ഇട്ടിട്ടെന്ന്. 3 പ്രാവശ്യം PT കമ്മിറ്റി പറഞ്ഞ് ഇവനെ പുറത്താക്കണം സ്കൂളിൽ നിന്ന്. ഓനോ പഠിപ്പിക്കില്ല, മറ്റു കുട്ടികളെയും പഠിപ്പിക്കില്ല. അപ്പോൾ ഫിലിപ്പ് ഒന്ന് പോകണം, അവൻ്റെ വീട്ടിലൊന്ന് പോകണം ഒന്ന്, നീ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഉണ്ടായിരുന്നു, മഹേഷും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വടപുരത്ത് അവരെ വീട് വരെ ഒന്ന് പോയി. ആ വീട്ടിൽ ചെന്നപ്പം വീടിന് ഏകദേശം ഞങ്ങൾ അടുത്തെത്തി. ഒരു കോറിയൊക്കെ ഉണ്ട്, ചെറിയൊരു കോറി. ആ കോറിയുടെ അടുത്ത് അവരെ വീട്. നോക്കുമ്പോൾ തൊട്ടുമുള്ള 2 കുട്ടികൾ കളിക്കുന്നുണ്ട്, ചെറിയ 2 പെൺകുട്ടികളാണ്. നല്ല ക്യൂട്ടായിട്ട് മെലിഞ്ഞ 2 ബെറ്റിക്കോട്ടിട്ട് 2 സുന്ദരി കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു ഇന്നാളെ വീടല്ലേന്ന് ചോദിച്ചു. ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇവർ 2 പേരും കൂടെ എഴുന്നേറ്റ് കൈയൊക്കെ മേത്ത് തുടച്ചിട്ട് താഴെ വലിയൊരു കുഴിയാണ് താഴെ ഇവർ വിളിച്ചു പറയാം കാക്കോ അങ്ങനെ. അവരെ മിണ്ടറില്ല. പിന്നെ ശ്വാസം എടുത്തിട്ട് വീണ്ടും പറയാം കാക്കോ ധാരാ കാണാൻ വന്നിക്കണെന്ന്. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് നമ്മളീ പറയുന്ന കുരുത്തം കെട്ടവൻ ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ പേടിയായിപ്പോയി. ഒരു പെൻസിൽ പോലെ ഒരുത്തന്നെ ഒരു മുണ്ട് കൊടുത്ത് കുഞ്ഞു മൂക്കും കുഞ്ഞു കണ്ണും കുഞ്ഞു ചുണ്ടും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ ഒരു പാവം തോന്നും. അടുത്തിങ്ങനെ വന്നു, ഒരു മുണ്ടുണ്ട്, ആ മുണ്ട് മണക്കുത്തി മുണ്ട് അഴിച്ചിട്ടിട്ട് താഴോട്ട് നോക്കിയത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവന് സങ്കടം വന്നവൻ കൈ ഇങ്ങനെ പിടിക്കും എപ്പോഴും, ഒരു ബലം ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ. ഞങ്ങൾ അടുത്ത് വന്നു, വീട്ടിൽ പോകില്ലേ ചോദിച്ചു. ഈ 2 കുട്ടികളും ഒരൊറ്റ ഓട്ടം ഞങ്ങളെ മുന്നിൽ കൂടെ, ഇവൻ്റെ കുഞ്ഞിപ്പങ്ങന്മാർ. അങ്ങനെ ഞങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളുടെ പുറകിൽ ഇവൻ എൻ്റെ പുറകിൽ വീടിന് മുറ്റത്തെത്തി. ഞാനും മഹേഷ വീടിന് മുറ്റത്ത് ഇങ്ങനെ നിന്നു. നോക്കുമ്പോൾ വലിയ വാതിലാണ് ആ വീടിന്. വലിയ സാരി തൂക്കിയിട്ടൊക്കെ മുകളിൽ താഴെ വരെ ഒരു നരച്ചൊരു സാരി. അതിൻ്റെ അടിയിൽ ഒരു പട്ടിക ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പട്ടിക. ഒരു സ്ത്രീ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഈ പട്ടിക എടുത്ത് ഇങ്ങനെ ഒറ്റ കറക്കി ഇറക്കിയിട്ട് റോളോബർസിന് ഇടയിലാണ്ട് വെച്ചു ഈ പട്ടിക. എന്നിട്ട് പറഞ്ഞു കയറിയിരിക്കുന്നു പറഞ്ഞ് അവരകത്തേക്ക് പോയി. ഈ 2 കുട്ടികളും ഒറ്റ ഓട്ടം അടുക്കളയിൽ. പിന്നെ ഇവർ 2 പേരും നഖമൊക്കെ കടിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് ഓടുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ കൂടെ നല്ല സ്പീഡിൽ. ഞങ്ങൾ കയറി ആ തിണ്ണ കയറി ഇരുന്നു അവിടെ. അപ്പം മഹേഷ് പറഞ്ഞു ആ ഫാൻ ഇടാൻ പറഞ്ഞു. അപ്പോൾ അവന് സങ്കടമായി. അവൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കറങ്ങൂല. അപ്പം ഞങ്ങളിങ്ങനെ ഫാനിൻ്റെ ലീഫിൽ നോക്കിയപ്പോൾ ഫാനിൻ്റെ ലീഫിൽ വളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. ഓരോ ലീഫും വളഞ്ഞിരിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ അതിനകത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ അതിൻ്റെ ലീഫിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും വരുന്നുണ്ട്. അങ്ങോട്ട് പോയതല്ല ഈ 2 കുഞ്ഞുങ്ങൾ തിരിച്ചു വരണേ. മുഖമൊക്കെ ആകെ സങ്കടത്തിലാണ്, വലിയ വിഷമത്തിലാണ്, ഭയങ്കര ഭാരം നെഞ്ച് വെച്ചോ 2 കൂടെ കരുതുന്നുണ്ട് ഇങ്ങനെ. പതുക്കെ എങ്ങനെ വരുന്നത് ഇങ്ങനെ ഒന്ന് അടുക്കളയിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓടി. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരുന്നുണ്ട്, നല്ല ചിരിയിലാണ് വരുന്നത്. അപ്പോൾ 2 പേരും ഇങ്ങനെ കിതയ്ക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നോക്കുമ്പോൾ മുന്നിൽ വന്ന കുഞ്ഞിൻ്റെ അവിടെ മൂക്കിലും ചുണ്ടിലൊക്കെ പഞ്ചസാര ഇരിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ പുറകിൽ പുറകിൽ കയ്യിലിങ്ങനെ മറച്ചു പിടിച്ചിട്ടുണ്ട്. എവിടെയോ 2 ഗ്ലാസ് കട്ടൻ ചായയുടെ പഞ്ചസാരയ്ക്ക് വേണ്ടി ഈ പൈതങ്ങൾ ഓടിയതാണ്. ആദ്യം പോയ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. കുറച്ച് ദൂരത്ത് എവിടെയോ പോയി കൊണ്ടുവരിക. കൊതി കണ്ട് അവൾ നക്കിയിട്ടുണ്ടാവും, മൂക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പഞ്ചാര. അങ്ങനെ ഉമ്മയെ വിളിച്ചു. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മൈസൂരിലേക്കാണ് ആദ്യ വിവാഹം.
ഡിഗ്രി പൂർത്തിയാക്കിയതാണ് ഈ സ്ത്രീ. മൈസൂർ വിവാഹം പരാജയപ്പെട്ടു. അതിലുണ്ടായ ഒരു കുഞ്ഞാണ് ഇവൻ. അങ്ങനെ ഈ 2 സെൻറ്റ് വീടിനകത്ത് താമസം തുടങ്ങി. രണ്ടാമത് വിവാഹം വഴിക്കട് നാടുകാണിയിലേക്കാണ് കല്യാണം കഴിച്ചത്. തോട്ടം തൊഴിലാളിയായ ഒരു വ്യക്തി കല്യാണം കഴിച്ചു. അതിലുണ്ടായ 2 പെൺകുഞ്ഞുങ്ങളാണ്. നാടുകാണി തോട്ടത്തിൽ നിന്ന് ആഴ്ചയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് മനുഷ്യൻ വയറ് നിറയെ കള്ളും കുടിച്ച് ഈ വീട്ടിൽ വരും. കള്ളു കുടിച്ച് വീട്ടിൽ വന്നിട്ട് ഈ സാധു സ്ത്രീയെ തല്ലി 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 മടുക്കുമ്പോൾ ഈ മനുഷ്യൻ കിടന്നുറങ്ങും. ഈ ആദിവാദത്തിലുണ്ടായ മൂത്ത ഈ മകനെ, നമ്മളീ പറഞ്ഞ കുരുത്തം കെട്ടവനെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, കണ്ടടിക്കും. അവർ 2 കൈകളും വളഞ്ഞായിരിക്കണം, എല്ല് പൊട്ടിയിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ കൈ ഇങ്ങനെ ആയിരിക്കണേ. മൂക്കിൻ്റെ ആ ഷെയ്പ്പിൻ്റെ കാര്യം ചോദിച്ചപ്പം അവൻ്റെ മൂക്ക് ഇടിച്ചു പൊട്ടിച്ചതാണ് ഈ മനുഷ്യൻ. കയ്യിലും കാലുകളും എല്ലാം ഈ തോട്ടത്തിലെ കോട്ടരുമ എന്ന് പറഞ്ഞ സാധനം, കോട്ടരുമ ഊച്ചിയ പാടുകളാണ് മേത്ത് മൊത്തം. ഈ മനുഷ്യൻ വരുന്നെന്ന് ഈ വീടിന് പുറത്തൊരു കോഴിയുടെ കൂട്, കോഴിക്കൂട്, അവിടെ നിന്നുറങ്ങും ഒരു കാലിൽ. രാവിലെ പഞ്ചസാര പോലും ഇടാത്ത കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് 2 പുസ്തകവും കക്ഷത്തെടുത്ത് വെച്ച് അങ്ങനെ ഈ നമ്മളീ പറയുന്ന കുരുത്തം കെട്ടവൻ മമ്പാട് ഹൈസ്കൂളിൽ വന്ന് ആ ക്ലാസ് മുറിയുടെ പിന്നാമ്പറം ബെഞ്ച് മൂലയ്ക്ക് പോയി ഒളിഞ്ഞിരിക്കും. അവന് കിട്ടുന്ന അവസരങ്ങളെ താളത്തിലും അപശബ്ദങ്ങളിലും ഇതേപോലെ ബോർഡ് തുടയ്ക്കാനും കട്ടം കെട്ടാനും ഉള്ള കുഞ്ഞു കുഞ്ഞു അംഗീകാരങ്ങൾ നേടിയെടുക്കുന്ന വല്ലാത്തൊരു അസ്വാഭാവികമായ ചില സാഹചര്യങ്ങളിലേക്ക് അവൻ തന്നെ നടന്നെടുക്കും. SLC എക്സാമൊക്കെ വന്നു. സ്കൂള് മുഴുവൻ വിഷയത്തിനും A+ കിട്ടിയിട്ട് ഫ്ലെക്സൊക്കെ വലിച്ചു കെട്ടി. പക്ഷേ ആ ഫ്ലെക്സ് വലിച്ചു കെട്ടിനിടയിൽ ഈ കുരുത്തം കെട്ടവൻ്റെ ചിത്രം വന്നില്ല. ആര് കാരണം? ഒരുപക്ഷേ ഈ സിവിൽ സർവീസ് അക്കാഡമിയിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള കുറേ കുരുത്തം കെട്ടന്മാർ ഇവിടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടാതെ നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരുപക്ഷെ തെരുവിലൂടെ നടക്കുന്നുണ്ട്. ആരുടെ കുറ്റമാണ്? ഒരുപക്ഷെ പരീക്ഷയിൽ തോറ്റുപോയിട്ടുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചവൻ. ആരുടെ കുറ്റമാണ്? നിങ്ങൾ പരീക്ഷയിൽ മികവ് വാങ്ങിയപ്പം പരാജയപ്പെട്ടു പോയവനും നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നു. ആരുടെ കുറ്റം കൊണ്ടാണ്? അവിടെയാണ് നമ്മളുടെ സഹപാഠിയെ, നമ്മുടെ ബെഞ്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവനെ കൂടെ നമ്മളുടെ പഠനത്തോടൊപ്പം അവനെയും മികവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു യഥാർത്ഥ കൂട്ടുകാരൻ പിറവിയെടുക്കുക. പലപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് ഹോംവർക്ക് ചെയ്യടാ, നിന്റെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലേ, നിനക്ക് രക്ഷപ്പെടണ്ടേ, ഞാനുണ്ട്, എൻ്റെ പുസ്തകം കൊണ്ടിട്ട് എഴുതിയിട്ട് വാ, നിനക്കത് എൻ്റെ വക ഒരു പേന ചെയ്താ, നിന്റെ സങ്കടം എന്നോടൊന്ന് പറ, നിന്റെ സങ്കടം എന്നോട് പറയടി, നിന്റെ വീടിൻ്റെ പ്രശ്നം എന്താണ്? ഇങ്ങനെയൊക്കെ എത്ര പേർ നമ്മുടെ ക്ലാസ്സിൽ അസ്വസ്ഥപ്പെടുന്നവരോട് ചോദിക്കുന്നുണ്ട്. പരാജയപ്പെട്ട് മാർക്ക് കുറയുന്നവനോട് നമ്മൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ. പക്ഷെ പലപ്പോഴും നമ്മളിലേക്ക് അങ്ങ് ഉൾവലിയുന്നുണ്ട്. നമ്മളിലേക്ക് ഉൾവലിയുന്നുണ്ട്. എനിക്ക് എൻ്റെ പുസ്തകം, എൻ്റെ പഠിത്തം, എൻ്റെ A+, എനിക്ക് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്, എൻ്റെ പറമ്പ്, എൻ്റെ അതിർത്തി, ഞാൻ. അപ്പം അങ്ങനായി നമ്മൾ മാറുന്നുണ്ട്. മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ വഴിമാറുന്നുണ്ട്. ഇന്നെല്ലാവരും വളരെ വേഗത്തിലാണ് സഞ്ചരിക്കണേ. ഇന്നെല്ലാവർക്കും ഒന്നും കേൾക്കാൻ സമയമില്ല, പലർക്കും കാണാനും സമയമില്ല. അതാ ഈ ലോകത്തിൻ്റെ പ്രശ്നം. ഉത്തരാഖണ്ഡ് സ്വദേശിയായ 26 വയസ്സുകാരൻ യുനെസ്കോയിൽ നടന്ന ലോക സമ്മേളനത്തിൽ ലോകത്തോട് സംസാരിച്ചത്, അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങിയതും അവസാനിക്കുന്നതും എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയതും അവസാനിക്കുന്നതും ഈ ലോകം നേരിടുന്ന ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടാ. ശരിക്കും എന്താ ലോകം നേരിടുന്ന ദുരന്തം? എന്താ ഈ ലോകം നേരിടുന്ന ഇൻസിഡന്റ്? എന്താ ദുരന്തം? ഈ ലോകം നേരിടുന്ന ദുരന്തം എന്താ മോളെ? മനുഷ്യർക്ക് വരട്ടെ, ചാടട്ടെ. മനുഷ്യന് തിരിച്ചറിവ് കിട്ടുന്നില്ല. ഏകദേശമൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നിൽക്കുന്നുണ്ട് ഉത്തരം. അപ്പം ശരിക്കും ഈ ലോകം നേരിടുന്ന പ്രശ്നം എന്താ? ആക്ച്വലി ഈ ലോകം നേരിടുന്ന 198 രാജ്യമുണ്ട്. ഏറ്റവും ചെറിയ വത്തിക്കാൻ തുടങ്ങി ഏറ്റവും റഷ്യ വരെ പരന്നു കിടക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ 198 രാജ്യങ്ങളും ഇന്ന് നേരിടുന്ന പ്രശ്നം എന്താണ്? പട്ടണിയാണോ? അരാജകത്വമാണോ? വംശവിദ്വേഷമാണോ? വർഗീയ ആധിപത്യമാണോ? ജലദൗർലഭ്യമാണോ? ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമാണോ? എന്താ ശരിക്കും പ്രശ്നം? മനുഷ്യന്റെ സ്വാർത്ഥത.
സ്വാർത്ഥതയാണോ ഈ ലോകത്തിന്റെ പ്രശ്നം? സ്വാർത്ഥതയാണോ ലോകത്തിന്റെ പ്രശ്നം? ആണോ? ഉത്തരാഖണ്ഡ് സ്വദേശിയായ ചെറുപ്പക്കാരന്റെ പ്രസംഗം തുടങ്ങി അവസാനിക്കുന്നത് ലോകം നേരിടുന്ന 2 ദുരന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് സൈബർ അഡിക്ഷൻ, മറ്റൊന്ന് ഡ്രഗ് അഡിക്ഷൻ. ഈ 2 അഡിക്ഷനുകളാണ് ലോകത്തെ ഇന്ന് കീഴ്പ്പെടുത്തിയ മഹാദുരന്തങ്ങൾ. ഏതൊക്കെയാണ്? സൈബർ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ. അപ്പം ഈ 2 ദുരന്തമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ഇന്ന് സൈബർ അഡിക്ഷൻ സമസ്ത മേഖലകളിലും സൈബറിന്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. സൈബർ ചീറ്റിംഗ്, സൈബർ ഫ്രോഡുകൾ, ബാങ്കിങ് മേഖലയിൽ അപ്പാടെ സൈബർ തട്ടിപ്പുകൾ നടത്തി നമ്മുടെയൊക്കെ പണം, ഒരു സഹോദരന് പോലും 10 രൂപ കൊടുക്കാത്ത ഒരു സഹോദരന്റെ സ്വന്തം അക്കൗണ്ടിൽ കിടക്കുന്ന 75 ലക്ഷം രൂപയാണ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്ത് 20 ദിവസം കൊണ്ട് 70 ലക്ഷം രൂപ ഹൈദരാബാദിൽ കിടക്കുന്ന ഒരു ബിരുദൻ അടിച്ചോണ്ട് പോയി. ഒരു ബിരുദനുണ്ട് ഫോൺ വിളിച്ച് ചോദിച്ചു, സാർ നിങ്ങളുടെ പേരിന്നതല്ലേ? യെസ്, നന്ദകുമാർ KT ഫ്രം കോട്ടയം. സാർ ഇന്നലെ കോട്ടയം, ഇന്ന് നിങ്ങൾ മാക്സ് ടെക്സ്റ്റൈൽസിൽ പോയി ഇന്നലെ നിങ്ങൾ പർച്ചേസ് ചെയ്തില്ലേ? ചെയ്തു. 6800 രൂപയുടെ തുണി എടുത്തില്ലേ? എടുത്തു. 4 പാൻറ്റും 2 ഷർട്ടും 2 ഇന്നർ വെയറും, ശരിയല്ലേ? അതെ. നിങ്ങൾ ബിൽ നമ്പർ ഇന്നതല്ലേ? നോക്കട്ടെ. അതെ. നിങ്ങൾക്കൊരു ക്യാരി ബാഗ് തന്നില്ലേ? അതെ. സന്തോഷമാണോ? സാറ്റിസ്ഫാക്ഷൻ ആണോ? യെസ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ഗോൾഡൻ കസ്റ്റമറാണ് നിങ്ങൾ. നിങ്ങൾക്കിതാ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നു. ഒരു മാരുതി സ്വിഫ്റ്റ് കാർ ലഭിച്ചിരിക്കുന്നു. വിശ്വസിക്കുവോ? തലേ ദിവസം കോട്ടയത്ത് പോയി 3:30 മണിക്കെത്തി, മാക്സ് കയറി, 2-3 കറുപ്പ് പാൻറ്, ഒരു ആഷ് കളർ പാൻറ്, 2 ഷർട്ട്, 2 ഇന്നർ വെയർ, 6900 ബില്ല്, ഒരു ക്യാരി ബാഗ് വാങ്ങി 10 രൂപ. കറക്റ്റ്. ബിൽ നമ്പർ കറക്റ്റ്. ഫോൺ നമ്പർ ചോദിക്കും. കറക്റ്റ് ആണോ? അതെ. അപ്പം സ്വിഫ്റ്റുകാരെ അടിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂലേ? വിശ്വസിച്ചു. അപ്പോൾ കാറിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ആർക്ക്? നമുക്ക്. വലിയ ട്രക്കിൽ നമ്മൾ ഏതാ ഒരു നല്ല മെറൂൺ കളറിലെ ചെറിയ കളറുള്ള ഒരു കാറ് 4 രജിസ്ട്രേഷൻ നമ്പറിൽ പൂനെയിലെ ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കണം, കേരളത്തിലേക്ക് വരാനായി, നിന്റെ വീട്ടുമുറ്റത്ത് വരാനായിട്ട്. അടുത്ത കോൾ വന്നു, സാർ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ? നോ. അയ്യോ, അങ്ങനെയെങ്കിൽ 39,399 രൂപ നിങ്ങൾ എമർജൻസി ടാക്സ് പെയ്ഡ് ചെയ്യണം. കാറ് കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അപ്പാടെ കേട്ടപാടെ 39,990 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക്, പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. റെസീറ്റും കിട്ടി. ഇതും റെസീറ്റും വന്നു. ഓൾറെഡി റെസീറ്റൊക്കെ അവിടെ ചെയ്ത് വെച്ചേക്കുക. വീണ്ടും കാർ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ കാർ വന്ന് കുറേ ദൂരം എത്തി. അപ്പോഴാ പറയുന്നത്, എന്താ പറയുന്നത്? നിങ്ങളുടെ സൂപ്പർ ടാക്സ് നിങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഇവിടെ ഞങ്ങളുടെ വണ്ടി തടഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് സംസാരിക്കൂ. പറയുമ്പോൾ ചെറിയ പൈസയാണ്, നിങ്ങൾ സംസാരിക്കൂ. എത്രയാണ്? പക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസയാണ് കേട്ടോ. എത്ര പൈസയാണ്? അത് 26,400 സാർ. അത്രയേ ഉള്ളൂ, തന്നേക്കാം, എന്നാ പിടിച്ചോ. ഇട്ടും അങ്ങനെ 8 ലക്ഷം രൂപയുടെ കാറിന് ഒരു 30 സംതിങ്ങും 26 സംതിങ്ങും ഈ മനുഷ്യൻ അരമണിക്കൂർ കൊണ്ട് അയച്ചു കൊടുത്തു. അങ്ങനെ 1 മണിക്കൂർ, ഒരു ദിവസം അവർ 300 പേരെ സമീപിക്കുന്നു. പെർ ഡേ 300 പീപ്പിൾസ് ദിസ് സെയിം മാറ്റർ വിൽ ബി മീറ്റിംഗ്. 300 പേര് മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് 30 വിൽ ബി പോസിറ്റീവ്. 30 പേർ പോസിറ്റീവ് കസ്റ്റമറാണ് അതിനകത്ത്. ആ 30 കസ്റ്റമർ മതി അവർക്ക്. 30 കസ്റ്റമർ എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 3, 13 പേർ, 15 ലക്ഷം രൂപ ഒരു ദിവസം സമ്പാദിക്കുന്ന സൈബർ ഫ്രോഡുകൾ. ഈ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള ബുദ്ധിമാന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോകുന്നു. അവരുടെ കയ്യിൽ ഫോണുണ്ട്, ഇങ്ങനെ പിടിച്ചോണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പറയും ഒരു പാൻറ്, ബ്ലാക്ക് പാൻറ്, ബ്ലൂ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ് എല്ലാം കൂടെ ഇങ്ങനെ സ്കാൻ ചെയ്യും. ഫോൺ നമ്പർ പറയും, മാഡം എന്ന് പറയും. അപ്പോൾ നമ്മൾ 94978303 നമ്മൾ ഉറക്കെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കും. ടോട്ടൽ 6,800 റുപ്പീസ് ആ സ്ക്രീനിൽ ഇത് വരും, എമൗണ്ട് വരും. അങ്ങനെ നമുക്ക് ക്യാരി ബാഗ് വേണോ? യെസ്, 10 റുപ്പീസ് അതും കൊടുത്തു. നമ്മളെല്ലാം ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പോകുന്നു. ഇവരപ്പം തന്നെ എന്ത് ചെയ്തു? നമ്മൾ മൊബൈൽ നമ്പർ കിട്ടി, നമ്മൾ വാങ്ങിയ ഐറ്റംസ് കിട്ടി, ടോട്ടൽ എമൗണ്ട് കിട്ടി, എല്ലാം കിട്ടി. കറക്കി കുത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗസ് ചെയ്തിട്ട് അവൻ്റെ ഒരു ഫോൺ കോൾ നമുക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ
ഇത് ചീറ്റിങ് നമ്മൾ അറിയുന്നില്ല. കാര്യം നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റ്. നമ്മൾ പോയി ഇന്ന സ്ഥലത്ത് പോയി തുണി എടുത്തു, ഇന്ന കളറിലെ സാധനങ്ങളൊക്കെ എടുത്തു, അപ്പോൾ ഇത്ര രൂപ കൊടുത്തു, ക്യാരി ബാഗ് വാങ്ങി, മാക്സ് കമ്പനിയാണ്, അവരുടെ പ്രൊമോഷനാണ്, നമ്മളൊരു ഗോൾഡൻ കസ്റ്റമറാണ്, നമുക്ക് ഗിഫ്റ്റ് കിട്ടി, എന്താ കുഴപ്പം? ഇങ്ങനെ സകല മേഖലകളിലും സൈബർ തട്ടിപ്പുകൾ നടത്തുന്ന സൈബർ സംഘങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ച് മുൻപോട്ട് പോകുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായി തട്ടിപ്പടക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കൺസെന്റ് വാങ്ങിയാണ് ഞാൻ പറയുന്നത്. മലപ്പുറം കളക്ടറേറ്റിലെ ഏറ്റവും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ FIR ഞാൻ രജിസ്റ്റർ ചെയ്ത് പെരിന്തൽമണ്ണ സ്റ്റേഷനിൽ 420 IPC ആണ്, IT വിത്ത് IT ആക്ട് ക്ലബ് ചെയ്തിട്ടുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, ആ പാഴ്സൽ അത് നാർക്കോട്ടിക് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് നിങ്ങളുടെ പേരിൽ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പാഴ്സലുകൾ നിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ അനുമതി ഇല്ലാതെ. നിങ്ങളിപ്പോൾ എവിടെയാണ് പ്രസന്റ് ലൊക്കേഷൻ ചോദിച്ചു. ഓഫീസിനകത്താന്ന് പറഞ്ഞു. വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. വീഡിയോ കോളിൽ വന്നപ്പോൾ ഒരു ടേബിളിന് ഇപ്പുറത്ത് നല്ല അശോക സ്തംഭമൊക്കെ വെച്ച് പുറകിൽ ബാറ്ററൊക്കെ വെച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ, പാതി മലയാളത്തിലും പാതി തമിഴിലും ഇന്ത്യയിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. തൊട്ടപ്പുറത്ത് 2 പോലീസ് ഉദ്യോഗസ്ഥർ, തൊട്ടപ്പുറത്ത് വേറെ 2 പോലീസ് ഉദ്യോഗസ്ഥർ. അങ്ങനെ നല്ല വൈബുള്ള ഒരു ഡിജിറ്റലായുള്ള ഒരു പോലീസ് സൂപ്രണ്ടിന്റെ ഒരു ഓഫീസിന്റെ ഫീൽ ചെയ്യുന്ന ഓഫീസിന്റെ ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ കലക്ടറേറ്റിലെ കേസ് സെക്ഷനിൽ ഇങ്ങനെ പേടിച്ച് അറിഞ്ഞിരിക്കുക ഒരു ഗസറ്റഡ് ഓഫീസർ. അങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഓഫീസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ വലിയ മോശക്കാരനല്ലാതെ മനസ്സിലായി. എന്നാലും നിയമപരമായി നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെർച്വൽ അറസ്റ്റിലാണ്, ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പാടില്ല, മൊബൈലിൻ്റെ ചാർജിനെടുത്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞു. പെട്ടെന്ന് ഒരു തരത്തിലും കോൾ കട്ട് ചെയ്യാൻ പാടില്ല, ചാർജ് എത്രയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ചാർജ് 40%, 100% ചാർജ് ആക്കാൻ പറഞ്ഞു പെട്ടെന്ന്. അതുകൊണ്ട് ചാർജ് കണക്ട് ചെയ്യേണ്ട. 100% ചാർജ് ആകുമ്പോൾ നിങ്ങൾ ഓഫീസ് വിട്ട് ആരോടൊന്നും പറയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം. വീടിനകത്ത് പോയി നിങ്ങൾ കുടുംബത്തിനോട് ആരോടൊന്നും പറയരുത്, നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണ്, നിങ്ങളുടെ അക്കൗണ്ട്സ് മൊത്തം ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ പ്രസന്റ് അവർ നിൽക്കുമ്പോൾ തന്നെ ലാൻഡ് ഫോണിൽ നമ്പർ ഡയൽ ചെയ്യുന്നു. നമ്പർ ഡയൽ ചെയ്തിട്ട് RBIയിൽ വെരിഫിക്കേഷൻ സെക്ഷനിലേക്ക് ഈ കോൾ കണക്ട് ചെയ്യുന്നു. മ്യൂസിക് ഇദ്ദേഹം കേൾക്കുന്നു, കാണുന്നു. മാഡം വെയിറ്റ് ചെയ്യൂ, ഇവിടെ നമ്മൾ പ്രതിപാദിക്കപ്പെടുന്ന ആൾ ലൈനിലുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് മാഡം ചോദിച്ചോളൂ. അപ്പോൾ ലേഡീസ് നല്ല മനോഹരമായിട്ട് സംസാരിക്കുന്നു, ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഏത് ഭാഷയാണ് കംഫർട്ടബിൾ ഭാഷ? അതേ പറഞ്ഞു, മലയാളം, ഇംഗ്ലീഷ്, ഏത് ഭാഷ പ്രശ്നമില്ല. അപ്പം അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര അക്കൗണ്ടുകൾ നിലവിലുണ്ട്? നിങ്ങൾക്ക് ശരിക്കും 6 അക്കൗണ്ടുകളായിട്ട് RBI ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം 6 ഉണ്ടോ എനിക്കറിയില്ല മാഡം, പക്ഷേ 3 അക്കൗണ്ട് എൻ്റെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് ശമ്പള അക്കൗണ്ട്, ഒന്ന് അച്ഛൻ്റെ അക്കൗണ്ട് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, പിന്നെ എൻ്റെ വേറൊരു കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് അദ്ദേഹം പറഞ്ഞെന്നാണ് പറഞ്ഞു. അങ്ങനെ ഇതിനകത്ത് ടോട്ടൽ എമൗണ്ട് ഇപ്പം എനിക്ക് മാത്രമേ ഇത് കേൾക്കുകയുള്ളൂ, അവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്കൊന്നും ഇത് കേൾക്കാൻ പറ്റില്ല പേഴ്സണലായിട്ട്. നിങ്ങൾ ടോട്ടൽ എമൗണ്ട് ഒന്ന് പറയൂ എന്ന് പറഞ്ഞപ്പം ഒരു ബട്ടൺ മ്യൂസിക് അമർന്നു. ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിനകത്ത് 48 ലക്ഷം രൂപയുണ്ട്, എൻ്റെ അക്കൗണ്ടിനകത്ത് 16 ലക്ഷമുണ്ട്, മറ്റൊരു അക്കൗണ്ടിനകത്ത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, നോക്കാതെ അറിയില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ആ 3 അക്കൗണ്ടിൻ്റെയും പാസ്വേഡും അക്കൗണ്ടിൻ്റെ IFSC കോഡും ബ്രാഞ്ച് നെയിമും ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു. OTP ഒന്ന് പറയാൻ പറഞ്ഞു കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ ഈ മനുഷ്യൻ്റെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും അതിലേക്ക് പോയി. അപ്പോഴും വെർച്വൽ അറസ്റ്റ് ഈ മനുഷ്യൻ അവിടെ ഇരിക്കാൻ മുറിക്കകത്ത്. വൈകുന്നേരം ആ കലക്ടറേറ്റിൽ നിന്ന് ആളുകൾ ഇദ്ദേഹത്തെ കാണാൻ അബ്സോണ്ടിങ് ആണ്, വെളിയിൽ കോളെല്ലാം വരുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിനകത്ത് ഡിജിറ്റൽ സൈൻ കൊടുക്കുന്ന അദ്ദേഹമാണ്. അങ്ങനെ വീണ്ടും വീടിൻ്റെ ആരോഗ്യ ബന്ധപ്പെട്ട് വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ മുറിക്കാത്തിരിക്കുകയാണ് അദ്ദേഹം. അവസാനം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതിനിടയിൽ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സംസാരിക്കുന്ന ഓഫീസർ ഒന്ന് അങ്ങോട്ട് ചലിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം കാക്കി ഷർട്ടായിട്ടിരിക്കുന്നത്, പക്ഷെ അടിയിൽ അദ്ദേഹം ഒരു മെറൂൺ പാൻറ്റാണ് ഇട്ടിരിക്കുന്നത്. കൊണ്ട് മെറൂൺ പാൻറ്റ്, സാധാരണ ഒരു ബെൽറ്റാണ് അദ്ദേഹം കെട്ടിയിരിക്കുന്നത്, സാധാരണ ബെൽറ്റ്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ചീറ്റിംഗ് ആണെന്ന് മനസ്സിലായി. പിന്നെ ആ കോൾ കട്ടായി. ഈ പൈസ അപ്പോൾ തന്നെ അത് സൈബറിലേക്ക് സൈബർ ഇതിനകത്തേക്ക് ഇദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തു. ഭാഗ്യത്തിന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റുമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ വന്നു. FIR രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് ലൈൻ നമ്പർ 2, നമ്പർ 6 എന്ന് പറയുന്ന ആ രീതിയിലേക്ക് ഈ ഫണ്ട് മൊത്തം ഹോൾഡ് ചെയ്തു. ഏകദേശം അദ്ദേഹത്തിന് 54 ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരികെ കിട്ടുന്ന പ്രോസസ്സിങ് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. പൈസ സേഫായി ഇവിടെ കൃത്യസമയത്ത് വന്നതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഈ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 8 കോടിക്കടുത്ത് രൂപ നഷ്ടപ്പെട്ട അഭിമാനികളുണ്ട്, പുറത്തു പറയാതെ എല്ലാം രഹസ്യമാക്കി വെച്ചേക്കുകയാണ്. പരാതി വേണ്ട, നാട്ടുകാരെ അറിയുമെന്ന് പറഞ്ഞ് അമിത പണം കിട്ടുന്ന പരിപാടിക്ക് പോയതെല്ലാം മിണ്ടാതിരിക്കുന്ന പലരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇത്തരത്തിലുള്ള ബാങ്ക് കോളുകളും ഇത്തരത്തിലുള്ള കോളുകളൊക്കെ നമ്മളെ തേടിയെത്തും. ഇതെല്ലാം ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഈ സെക്ഷനിലേക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതെല്ലാം സൈബർ തട്ടിപ്പുകളാണ്. അപ്പോൾ ലോകം നേരിടുന്ന 2 ദുരന്തങ്ങൾ, ഒന്ന് സൈബർ ദുരന്തം, ഒന്ന് ഡ്രഗ് അഡിക്ഷനും സൈബർ അഡിക്ഷനുമാണ്. അപ്പം നിങ്ങളൊക്കെ അക്കാഡമിയിൽ ക്ലാസ്സും അറിവൊക്കെ കിട്ടി വീട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം ചർച്ചയ്ക്ക് കൊണ്ടുവരണം. ഇത് വീട്ടിനകത്ത് ഡിസ്കഷൻ നടത്തണം. അതേപോലെ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾ അവയർനെസ് ഉണ്ടാവണം. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, ഒരുപാട് കാര്യങ്ങളുടെ അറിവുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കുറച്ച് അറിവ് നമുക്ക് ഒരു പ്രത്യേക ഏരിയയിലേക്ക് പ്രത്യേക ദിവസത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആ പ്രത്യേക ദിവസത്തിലും പ്രത്യേക ഏരിയയിലും ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചില മത്സര പരീക്ഷയിൽ നമ്മൾ മികവുറ്റവരായി മാറുന്നത്. അതിന് പരന്ന കേൾവി വേണം, പരന്ന വായന വേണം, പരന്ന അറിവ് വേണം. അപ്പം ഇങ്ങനെ സകല മേഖലകളിലും ഇപ്പം പ്രത്യേകിച്ച് ഈ ആൻറ്റി ഡ്രഗ് എന്ന് പറയുന്ന ഈ സെക്ഷനുണ്ട്. ഈ പറയുന്ന ഡ്രഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേരള സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെതിരെ എല്ലാ അർത്ഥത്തിലും ഇതിനെ നോക്കിക്കാണുകയാണ്. അപ്പോൾ മത്സര പരീക്ഷകൾ ഇപ്പോൾ നടന്ന പല PSC പരീക്ഷകളിലും അല്ലെ UPSC പരീക്ഷകളിലെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതെന്തിനാ ചോദ്യം ചോദിക്കുന്നത്? എന്തിനാ? തലമുറകൾ അതിലേക്ക് കൂടുതൽ അവയർനെസ്സിലേക്ക് കടന്നു വരാൻ, അവർ അതിനെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനം നേടാൻ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നൊക്കെ തിരിച്ചറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ വ്യാപ്തിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്തിടയ്ക്ക് ചില മത്സര പരീക്ഷകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പേരുകൾ, പല ചോദ്യങ്ങളും ചോദിക്കപ്പെടുന്നുണ്ട്. ഇപ്പം അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് മത്സര പരീക്ഷയിൽ. തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ലഹരിയില്ലാത്ത പാനീയത്തിൻ്റെ പേര് ചോദിച്ചു. ഏതാ പാനീയം? കൊക്കയോ? ആ, വെരി ഗുഡ്. തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ലഹരിയില്ലാത്ത പാനീയമുണ്ട്. ലഹരിയില്ലാത്ത പാനീയം. കള്ളു കുടിച്ചാൽ പൂസാവും. എന്തേ? പൂസാവും. പക്ഷെ അത് കുടിച്ചാൽ പൂസാകത്തില്ല. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് വെച്ചിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഞാനും മുസ്തഫയും മകേഷും വെറുതെ വാങ്ങി കുടിച്ചു. ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ്. നീര സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സമ്പുഷ്ട പോഷകാഹാരമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ആരും കുടിക്കുന്നില്ല. ഇതെല്ലാം കയറ്റി അയക്കുകയാണ് വിദേശത്തോട്ട്. നീര എന്താണ്? നീര. എന്താ പേരെന്താ? നീര. തെങ്ങിൽ നിന്ന് പൂങ്കുലയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന, തെങ്ങിൻ്റെ പൂങ്കുലയില്ലേ, അതിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ലഹരിയില്ലാത്ത പാനീയത്തിൻ്റെ പേര് എന്താണ്? നീര. മറന്നു പോകുമോ? മീരയല്ല, നീര. അപ്പോൾ മറന്നു പോകരുത്. എന്താ പേര്? നീര. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മളെ തേടി എത്തുന്നുണ്ട്, ഇത്തരം ചോദ്യങ്ങൾ. അതേപോലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വില്ലനാണ്, ഒരു കുപ്രസിദ്ധി നേടിയ ഒരു കില്ലഡേഴ്സ് കാറ്റഗറിയിൽപ്പെട്ട ലഹരിയാണ്. നമ്മൾ ഈ ഇപ്പോഴത്തെ ലഹരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാൻമെയ്ഡാണ് ലഹരികളൊക്കെ അല്ലേ. ഞാൻ കാസർഗോഡ് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ലഹരി, എൻ്റെ മക്കളെ ഒരു ചെറിയ പയ്യനുണ്ട് മുന്നേ ഇരിക്കും, ഇത്രയേ ഉള്ളൂ. അവൻ ആ നിക്കറൊക്കെ ലഹരി എന്തിനാണ്? ലഹരി എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് അല്ലേ. ലഹരി എന്ന് പറയുന്ന ഈ ഒരു വസ്തു ഈ കാലം, ഈ ഭൂമി പിറവിയെടുത്ത് അന്ന് തൊട്ട് ഈ ലോകത്ത് ലഹരിയുണ്ട്. ഉണ്ടാക്കുന്നത് അമിത ലാഭത്തിന്, പണത്തിന് വേണ്ടി, തലമുറ നശിപ്പിക്കാൻ വേണ്ടി, ചില ഇംഗിതത്തിന് ചില ആളുകളെ ചില ഇംഗിതത്തിന് ചില പ്രവൃത്തി ചെയ്യാൻ ലഹരി കൊടുത്താൽ ആ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി ആ വ്യക്തിയെ എന്താണോ ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിലേക്ക് ധാർമ്മിക മൂല്യബോധം നഷ്ടപ്പെട്ട ചിത്തപരം ബാധിച്ചൊരു വ്യക്തിയാക്കി പരിവർത്തനം ചെയ്താൽ കൊല്ലിക്കാനും വിധ്വംസ പ്രവർത്തനം ചെയ്യാനും രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനൊക്കെ ആ വ്യക്തിയെ വ്യക്തിയല്ലാതാക്കി മാറ്റാൻ ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് ആവതുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് തലമുറകൾക്ക് സൗജന്യമായി ആദ്യം കൊടുക്കും. ആദ്യം എങ്ങനെ കൊടുക്കുക? ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ അഡിക്റ്റഡ് ആകുമ്പോൾ പിന്നെ സാധനം കൊടുക്കൂല. അപ്പോൾ കിട്ടണമല്ലോ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് പലതും എടുത്തുകൊണ്ട് പോകും. വള കൊണ്ടുപോകും, മാല കൊണ്ടുപോകും, പൊട്ടിയ പാസരം കൊണ്ടുപോകും, സൈക്കിൾ കൊണ്ടുപോകും, ഉപ്പാൻ്റെ വണ്ടിയുടെ RCB കൊണ്ട് പണയം വെക്കും, കടം വാങ്ങും, ATM-നകത്ത് ഉമ്മ അറിയാതെ പൈസ എടുക്കും, മൊബൈൽ കൊണ്ട് കച്ചവടം ചെയ്യും. അങ്ങനെ പഠിക്കാൻ കൊടുക്കുന്ന പൈസ, ഹോസ്റ്റൽ അടയ്ക്കാൻ കൊടുക്കുന്ന പൈസ, ഫുഡ് കഴിക്കാൻ കൊടുക്കുന്ന പൈസ എല്ലാം ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് വാങ്ങാൻ ഉപയോഗിക്കും. ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് തരും. നടത്തുന്ന ആൾക്കാരെ ഇതാക്കിയിട്ടുണ്ട് കാലാകാലം. EMS നമ്പൂതിരിപ്പാട് കേട്ടിട്ടുണ്ടോ? EMS നമ്പൂതിരി പണ്ട് അധികാരത്തിൽ വന്നപ്പോൾ സ്വന്തം ഭൂമി വിറ്റിട്ട് കൊടുത്തൊരു വലിയൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സ്വത്ത് മുഴുവൻ കൊടുത്തു പാവങ്ങൾക്ക്. അദ്ദേഹം ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിൽ. അദ്ദേഹം നാട്ടിലെല്ലാം ചാരായം പറ്റുന്ന
ഈ വാറ്റുചാരങ്ങളുടെ നാട്ടും പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു വാറ്റുചാരം. അത് നിർത്തലാക്കാൻ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നാട്ടുംപുറങ്ങളെ ലഹരി നിർമ്മാണം ചെയ്യാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ശ്രമിച്ച ഒരു നല്ല നേതാവായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ തുടർന്ന് വന്ന AK ആന്റണി അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ചാരായം നിരോധിച്ച് നടപ്പിലാക്കി. നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ ആശങ്കയല്ലേ എന്തുകൊണ്ട് ചാരായം നിരോധിച്ചുകൂടാ, അത് നിർത്തിക്കൂടെ? അങ്ങനെ ചോദ്യം വന്നപ്പോൾ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി. പക്ഷെ ചാരായ നിരോധനം നടപ്പിലാക്കിയപ്പോൾ ഒരു ദിവസം കൊണ്ട് 1 ലക്ഷത്തിൽ പരം ചാരായ ഷാപ്പ് അടച്ചുപൂട്ടി, 2 ലക്ഷത്തോളം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ അതുണ്ടാക്കിയത് വൻ ഇമ്പാക്റ്റ് ആയിരുന്നു, അധികാരമുള്ള ഒരു ഭരണാധികാരിയുടെ നല്ല ഒരു വിൽ പവർ. പക്ഷേ അതുണ്ടാക്കിയ ദുരന്തവും വേറെയായിരുന്നു. വരും ദിവസങ്ങളിൽ വൈപ്പിൻ മദ്യദുരന്തം, 70 പേരുടെ മരണം, 56 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. കല്ലുവാതുക്കൽ മദ്യദുരന്തമെല്ലാം മദ്യം കിട്ടാതായപ്പോൾ അത് രഹസ്യമായി അത് ഓരോരുത്തർ നിർമ്മിക്കാൻ തുടങ്ങി. മീതിയിൽ കിടന്ന ആൽക്കഹോൾ സമൂഹത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ, കോളനികളിൽ, ഈ ട്രൈബൽ മേഖലയിലും കിട്ടാൻ തുടങ്ങി. പലരുടെയും കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ വൻ ദുരന്തമുണ്ടാക്കാൻ തുടങ്ങിയപ്പം ഇത് വീണ്ടും അതിനെ റീക്രിയേഷൻ ചെയ്ത് വീണ്ടും അതിന് ബാറുകൾക്കൊക്കെ അനുമതി കൊടുത്തു. അപ്പം പറഞ്ഞു വരുന്നത്, നിർമ്മാണത്തെ അല്ല യഥാർത്ഥത്തിൽ തടയിടേണ്ടത്, ഉപയോഗിക്കുന്ന ഉപഭോക്താവിനെ ബോധവൽക്കരണം നടത്തി ഉപഭോക്താവിൻ്റെ ഉപയോഗം കുറഞ്ഞാൽ ഉൽപാദനം കുറയും, ഉൽപാദനം കുറയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പുതിയ തരം ലഹരികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പുതിയ ലഹരിയുടെ പേര് പറയാമോ? ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ആന്റിഡെക്കിന്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മത്ത് പിടിക്കണേ. ഞാൻ പാലക്കാട് ക്ലാസ് എടുത്തപ്പോൾ എത്രയുള്ളൊരു പയ്യൻ, അപ്പൊ നിക്കറൊക്കെ ഇട്ടേക്ക പാലക്കാട് ക്ലാസ് എത്താൻ, അവൻ നിക്കറൊക്കെ പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു, എന്താണ് മോനെ ലഹരിയും ചോദിച്ചു. അപ്പം പറഞ്ഞു, പൂസായി വരുന്നതാണ് ലഹരിയാണ്, പൂസായി വരുന്നതാണ് ലഹരിയാണ്. എങ്ങനെ? പാമ്പോ. പിന്നെ ഒരു അമ്മയോട് ചോദിച്ചു, എന്താ അമ്മേ ലഹരിയും ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞെന്താ അറിയോ? എൻ്റെ പൊന്നു മക്കളെ, അതൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം വീട്ടിലോട്ട് വന്നാൽ മതി. അപ്പൊ എൻ്റെ മൂത്ത മകൻ ഗോപാലൻ വന്നിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വന്നാൽ മതി. അപ്പൊ എൻ്റെ മൂത്ത മകൻ വന്നിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നത് കണ്ടാൽ മതി, അപ്പൊ അറിയാം ലഹരി എന്താണെന്ന്. അപ്പൊ ലഹരി വസ്തുക്കൾ എന്തൊക്കെയാണ്? MDMA, കൊക്കൈൻ, സിഗരറ്റ്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, പാൻപരാഗ്, OX, കൂള്, ആണി. എനിക്ക് വയ്യ. നമ്മൾ ഈ അവിടെ പാലക്കാട് ക്ലാസ് കൊടുത്തപ്പോൾ വയസ്സായ ആൾക്കാരോട് ചോദിച്ചില്ല എന്താ ലഹരി എന്ന്. അവരെന്തൊക്കെയാ പറഞ്ഞത്? കള്ള്, ബീഡി, മുറുക്കാൻ, വെറ്റില വാക്ക്, ചാരായം ഉണ്ടോ? അതാ വയസ്സന്മാർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറയുന്നത് കണ്ടില്ലേ, ന്യൂജൻ. അപ്പൊ ഈ ന്യൂജൻ പറയുന്നത് എന്തൊക്കെയാണ്? MDMA, ബ്രൗൺ ഷുഗർ, പെത്തഡിൻ, ഹെറോയിൻ, ഹാഷിക്കോയിൽ, കൂൾ, ഹാൻഡ്സ് ഒക്കെ അല്ലേ. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞതിനകത്ത് MDMA നേരെ പറഞ്ഞു. MDMA അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ? MDMA നേരെ പറഞ്ഞു. MDMA ഇവിടെ നേരെ പറഞ്ഞു. MDMA പറഞ്ഞു. സാർ റെഡ് ഷർട്ട് ഇട്ട ആള് സാറ്, കുഴപ്പമില്ല. അപ്പൊ MDMA എന്ന് പറഞ്ഞാൽ നമ്മൾ MDMA ശരിക്കും MDMA എന്താ? MDMA എന്ന് പറഞ്ഞാൽ എന്താ? MDMA എന്ന് പറഞ്ഞാൽ എന്താ? എഴുന്നേറ്റ് നോട്ടെ, എനിക്ക് വയ്യ ചിലർക്കാനല്ലോ. എന്താ പറഞ്ഞേ? ആദ്യം മരുന്നിനൊക്കെ ആയിട്ടായിരുന്നു ഉപയോഗിച്ചത്, വില കൂടിയ മരുന്നുകൾ. പിന്നെ ഇപ്പൊ അതിന് അത് മാത്രമായിട്ട് എടുക്കുമ്പോഴാണ് ലഹരി, അതിനെ വേറെ മരുന്നിന് ചേർക്കുമ്പോഴാണ് മരുന്നായിട്ട് ഉപയോഗിക്കാം. എന്നാ എടുക്കാൻ നോക്കിയാൽ എനിക്ക് വയ്യ. എന്താ പേര്? ഷാൻ. മുഴുവൻ പേര്? ഷാൻ ആസിം IAS. അപ്പോ കണ്ട പറഞ്ഞു കേട്ടോ, എടുക്കനാ. അപ്പോ എന്താ പറഞ്ഞേ? ഓഹോ, MDMA ഭയങ്കര സ്പീഡിലാകണേന്നോ? 3 തരക്കടലല്ലോ, 3 എവിടുന്ന 3 വരവ്? ഇവിടുന്ന് പറഞ്ഞു തന്നോ? അത് ശരി. എടുക്കാൻ ശ്വാസോച്ഛ്വാസം ഊർജ്ജമുള്ളതാണ്. ഒരു ശരാശരി അപ്പോ
MDMA നമുക്ക് പറയാം, നമുക്ക് സമയത്തിന് കുറവാണ്. MDMA, ഈ MDMA എന്ന് പറയുന്നത് ശരിക്കും എവിടെ അദ്ദേഹത്തിന്റെ ജന്മം എന്നറിയോ? MDMA എവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്? എവിടെയാ? ജർമ്മനിയിലാണ്. എവിടെയാണ്? ജർമ്മനിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജന്മം. ജർമ്മനിയിൽ മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആൻഡ് കൊളീഷ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഏറ്റവും നല്ല ഒരു ഡ്രഗായിരുന്നു. അന്ന് സ്പാനിഷ് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ യുദ്ധങ്ങളിൽ ആളുകൾക്ക് മുറിവ് പറ്റുമ്പോൾ, ക്ഷതം സംഭവിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ ഒഴുക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, വേദന ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് ജർമ്മനിയുടെ ഏറ്റവും വലിയ ഡിസ്കവറി ആയിരുന്നു ഈ പറയുന്ന MDMA കണ്ടുപിടുത്തം. മെത്തലിൻ ഡയോക്സി മത്താംഫിറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്. അപ്പോൾ അത് 1912 ഇത് കണ്ടുപിടിച്ചു. അത് 12 നിന്ന് കെമിക്കലി സിന്തസൈസ് ചെയ്തു. അങ്ങനെ കെമിക്കലി എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നത്? 28 തന്മാത്രകളാണ് ഈ പറയുന്ന MDMAക്കകത്തുള്ളത്. അതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്ത് മറ്റുള്ള പല ആംബിറ്റേഷൻ, ഒരു ആംബിറ്റേഷൻ കൂടെ അകത്തേക്ക് ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഘടനകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അത് മെത്ത്, മോളി, വൈറ്റ്ലർ, ബോട്ട്സിസ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ സാധനങ്ങൾ പിന്നെ നിർമ്മിക്കാൻ തുടങ്ങി. ചെക്കോസ്ലോവാക്യ, ഹംഗറി, സ്വീഡൻ, ജർമ്മനി, അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ പ്രോഡക്റ്റുകൾ ഇന്ന് ടാബ്ലറ്റ്, പൗഡർ, പേസ്റ്റ്, ലിക്വിഡ് രൂപത്തിലെല്ലാം ഇത് ലഭിക്കാൻ തുടങ്ങി. ഇന്നതിൻ്റെ വില എന്ന് പറയുന്നത് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില കൊടുക്കണം സാധനം കിട്ടണമെങ്കിൽ. അപ്പം 1 ഗ്രാം സ്വർണത്തിൻ്റെ വില കൊടുക്കണം 1 ഗ്രാം കിട്ടണമെങ്കിൽ. അപ്പോൾ ഇന്നത് ചെറുപ്പക്കാർക്കിടയിൽ വ്യാപകമായിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി. ചെറുപ്പക്കാർ ഉപയോഗം മാത്രമല്ല, ഇത് ക്രയവിക്രയങ്ങൾ, ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി. അതാണ് വലിയ ദുരന്തം. ഏത് നിർത്താൻ പറ്റും? 1 ഗ്രാം 1/2 ഗ്രാം കൈവശം വയ്ക്കാൻ നോൺ ബെയിലുള്ള ഒഫൻസാണ്, ജയിലിൽ കൊണ്ട് കിടക്കും, അകത്ത് പോവും. യെസ്, നിരോധിച്ച കാര്യം ആദ്യം പറഞ്ഞത്. നിരോധിച്ചിരുന്നു സാധനം. ഇതൊരു മാൻമെയ്ഡ് ആണിത്. അപ്പോൾ ഇതിന് ആവശ്യക്കാർ എന്നുമുണ്ട്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? വയലൻ്റ് ആവും അല്ലേ? വയലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പോലീസിന് പറ്റില്ല. ഭയങ്കര വയലൻ്റ് ആവും. അവരെ 3, 5, ഞങ്ങൾ 5, 6 പേരൊക്കെ പിടിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ റീൽസ് കണ്ടോ പോലീസ് സ്റ്റേഷനിൽ തുറന്നു വിടാ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ കണ്ടല്ലേ, എന്താടാ നോക്കണേന്നൊക്കെ ചോദിക്കും ഞങ്ങളോട്. ഏത് SI ആടാ, ഇങ്ങോട്ട് പാടാ ധൈര്യണ്ടേന്ന് പറയും. ഇന്ന് തലയൊക്കെ ഇടിക്കും, ടും ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചോരയൊക്കെ ഒഴുകും. കൊല്ലടാ കൊല്ലുന്നൊക്കെ പറയും. ബട്ടറൊക്കെ വലിച്ചു പൊട്ടിക്കും. ഇങ്ങനെ അങ്ങനെ ആരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നേരെ കെട്ടിപ്പിടിച്ച് കയ്യും കാലും കൂട്ടി കെട്ടി നേരെ ആശുപത്രി കൊണ്ടുപോയിട്ട് ചന്തിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ പിന്നെ കുറേ കിടന്നോളൂ. അല്ലെങ്കിൽ ഇവന് മറ്റേ സാധനം കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? ഈ പറയണേ സെയിം ഡോസ് കൊടുക്കണം. പിന്നെ MDMAക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? ഈ MDMA കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ് പെടുത്തിക്കുക. വാട്ട് ഈസ് മീനിങ് ഓഫ് കില്ലർ ഡ്രസ് കാറ്റഗറി? പറഞ്ഞുതരാം. 1 തവണ ഉപയോഗിച്ചാൽ 2ാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും എന്നാൽ മനസ്സ് വേണ്ട എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ്. 18ഓളം ഇത്തരത്തിലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കില്ലർ ഡ്രസ് കാറ്റഗറിയിലുണ്ട്. ഹെറോയിൻ, പെത്തഡിൻ, ആഷിക് ഓയിൽ, ബ്രൗൺ ഷുഗർ, MDMA, ഈ പറയുന്ന ബിൽസ്റ്റർ ഫോർ വൈലർ എന്ന് പറയുന്ന 18ഓളം വരുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കില്ലർ ഡ്രസ് കാറ്റഗറിയിലാണ് കിടക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, ഈ സാധനങ്ങൾ യാതൊരു കാരണവശാലും ഫസ്റ്റ് ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത്. ആദ്യ ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത്. പിന്നെ MDMAക്ക് പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട്. വാട്ട് ഇസ് മീനിങ് ഓഫ് പാർട്ടി ഡ്രഗ്? അപ്പോൾ പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട്. പാർട്ടി ഡ്രഗ് എന്തിനാ പാർട്ടി ഡ്രഗ് എന്ന് പേര് അറിയപ്പെടുന്നത്? പാർട്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല നല്ല ആൾക്കാരാണ്, കുറെ ജെന്റിൽമാൻമാരാണ്. അവർ പങ്കെടുക്കുന്ന നല്ലൊരു സദസ്സാണ്. ആ സദസ്സിൽ മദ്യം വിളമ്പിയാൽ ചിലപ്പോൾ എല്ലാവരും അറിയും. സിഗരറ്റ് കൊടുത്താൽ, കഞ്ചാവ് കൊടുത്താൽ എല്ലാവരും അറിയും. പുകയുണ്ടാകും, അത് തീയുണ്ട്, ചാരമുണ്ട്, പുകയുണ്ട്. അപ്പം എല്ലാവരും അറിയും. പക്ഷേ വലിയൊരു സദസ്സിനകത്ത് ഒരാൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ അപ്പം ആ കൊടുക്കുന്ന വ്യക്തിയുടെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിനകത്ത് എത്രമേൽ MDMA ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത്ര MDMA മതി ഒരാൾക്ക്
സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരിക്ക് നമ്മളിങ്ങനെ മ്യൂസിക് ഇവൻ്റെ ഇങ്ങനെ മ്യൂസിക് കണ്ടുകൊണ്ട് ഇങ്ങനെ ഡാൻസ് ഇട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്കുന്ന സുഹൃത്തിന് കൊടുക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ ചൂണ്ട് വിരൽ ഈ കൊടുക്കുന്ന പാനീയത്തിനകത്ത് ഒരു 3 സെക്കൻഡ് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഈ ആളത് വാങ്ങി കുടിക്കുന്ന മാത്രയിൽ ഇന്റേണൽ ഓർഗൻസിനകത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട്, സ്റ്റിമുലേഷൻ ഉണ്ട്. അത് ഒരു പക്ഷേ മണമോ യാതൊരു തരത്തിലുള്ള സെൻസറുകൾക്കോ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഡ്രഗാണ് ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മത്താംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന MDMA എന്നറിയപ്പെടുന്ന ഈ ഡ്രഗ്. അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ വളരെ അനായാസം പാർട്ടികളിൽ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പാർട്ടികളിൽ ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാർട്ടി ഡ്രഗ് എന്ന പേരിൽ സാധനം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് സാധനം ഇപ്പം ഉണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ, ലഹരിക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് കൻ ബി ഡൺ നൗ? അതാണ് നമ്മളെ ചോദ്യം. ഇനി അക്കാഡമിയിലൊക്കെ വന്ന് നാളെ നിങ്ങളോട് ചോദിക്കുകയാണ് ലഹരിക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. ഞാനും മകേഷും നിലമ്പൂർ മാനവേദ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ ഈ ലഹരിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഒരു 19 കുട്ടികളുമായിട്ടുള്ള നേരിട്ട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു സൈക്കോളജിപരമായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹരിയുടെ ക്ലാസ്സുകൾ എടുക്കുക. അത് അഡിക്റ്റഡായ കുട്ടികളുണ്ടാവും, കുറച്ച് സ്മാർട്ടായ കുട്ടികളുണ്ടാവും. അങ്ങനെ അഡിക്റ്റഡായ 40 കുട്ടികൾ, അതേപോലെ സ്മാർട്ടായ 10 കുട്ടികളും വെച്ചിട്ട് 50 കുട്ടികൾ, സ്മാർട്ട് 50 കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരു പ്രോജക്റ്റോട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് നേരിട്ട് ലഹരിയുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പരീക്ഷണങ്ങളായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ മാങ്ങ, നല്ലൊരു പച്ച മാങ്ങയുണ്ട്, ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കും, ഇങ്ങനെ എന്നിട്ട് കൈകൊണ്ട് പിടിച്ച് പൊട്ടിക്കും. കുറച്ച് കല്ലുപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇടും അവിടെ. അതിനകത്ത് വെച്ച് ഇങ്ങനെ ഞെക്കും, ഇങ്ങനെ ഈ മാങ്ങ ഇങ്ങനെ. എന്നാൽ മാങ്ങനെ എടുത്ത് എല്ലാവരെയും കാണിച്ചിട്ട്, ഈ 50 പേരെയും കാണിച്ചിട്ട് മാങ്ങ ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡിൽ നിന്ന് വെള്ളം വരും ഇങ്ങനെ. ഒന്നോ നീ ഇറക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വെള്ളം വന്നു? കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് അല്ലേ മെസ്സേജ് കൊടുത്തു, സമൃദ്ധമായിട്ട് ഉമ്മിനീർ ഗന്ധികളുണ്ട്, സമൃദ്ധമായിട്ട് രുചികളുണ്ട് വായിക്കാതെ അല്ലേ. അപ്പോൾ സമൃദ്ധമായിട്ട് ഉമ്മിനീർ വന്നു. അപ്പോൾ ഈ പറയുന്ന ഉമ്മിനീർ ഗന്ധികൾ സമൃദ്ധമായിട്ടുള്ള രുചികുമ്പൾ സമൃദ്ധമായിട്ടുള്ള ഈ ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന ആൻസ് കൂൾ. ഏതൊക്കെയാണ് ആൻസ് കൂൾ? കണ്ടിട്ടുണ്ടോ? ആൻസ് കണ്ടിട്ടുണ്ടോ? ഒരു കവറിൽ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തിരുമ്മിയിട്ട് ആരും കാണാതെ ഇങ്ങനെ ചുണ്ടടി വെക്കൂലേ, അതിൻ്റെ പേരാണ് ഹാൻസ്. പറഞ്ഞുതരാം. പിന്നെ അതേപോലെ ചെറിയ സഞ്ചി കണ്ടിട്ടുണ്ടോ? ഇത്ര ഉള്ള കൂൾ അല്ലെ, ചെറിയ സഞ്ചി സ്കൂളിൻ്റെ പുറകെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ചെറുവലിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ. ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ തിരികെ വെക്കും. അപ്പോൾ അതിൻ്റെ കവറിൻ്റെ പുറത്ത് നോക്കിയാൽ മതി, 2 ഭാഗത്തും ക്യാൻസറിൻ്റെ ചിത്രം ഉണ്ടാവും. അതിൻ്റെ അടി എഴുതിയിട്ടുണ്ടാവും. എന്താ എഴുതിയിരിക്കുന്നത്? 9 ഗ്രാം തൂക്കം, അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 5 റുപ്പീസ് വിത്ത് 5 സ്പൈസസ് ഇൻക്ലൂഡ് ദ ബാഗ്. 5 സുഗന്ധവ്യഞ്ജനുണ്ട് പോലെ അതിനകത്ത്. ഗ്രാമ്പു, കറുകപ്പട്ട, ഏലം, പെരിഞ്ചീരകം, ചുക്ക്, ഒരു ചുക്കൂല്ല അതിനകത്ത്. അതാകെയുള്ള എന്താ? വില കുറഞ്ഞ ആർട്ടിഫിഷ്യലായ പുകല, പ്ലസ് ഈ പറഞ്ഞ പാരൻട്രഫിനോളും, പിന്നെ ഈ പറയുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റും, പിന്നെ ഈ ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ് അതും 7.7 പൊടിച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് പൗഡർ. ഈ സാധനം ഇങ്ങനെ കൈ വെച്ച് തിരുമ്മി ഇവിടെ വെക്കുമ്പോൾ മൃദുലമായ ഈ ഉമ്മിനീർ ഗന്ധികളിലും ഈ സുഷിരങ്ങളിലൊക്കെ കുത്തി മുറിവേൽപ്പിക്കപ്പെടും. സമൃദ്ധമായിട്ട് രുചികുമ്പളുണ്ട് വായിക്കകത്ത്. നമ്മളിപ്പോൾ ഒരു ഗുളിക കഴിക്കുകയാണ്, നമ്മൾ എവിടെ വെച്ചിട്ട് ഗുളിക കഴിക്കണേ അല്ലേ? അങ്ങനെ വെക്കും. ഇവിടെ വെച്ചാലും ഗുളിക കഴിക്കുമോ? ഇവിടെ വെച്ച് എന്തറിയും? രുചി അറിയും. ഗുളിക അകത്ത് വെച്ച് കഴിക്കും. ഇപ്പോൾ രുചി അറിയോ? ഇല്ല. പക്ഷെ നമ്മൾ ഈ സാധനമൊക്കെ ചുരുട്ടി ഇവിടെ വെക്കണേ, സമൃദ്ധമായിട്ട് രുചിയുമുള്ള സ്ഥലത്ത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആൻസിൻ്റെ പേര് ആൻസ് അല്ല, അത് ക്യാൻസർ ബാഗാന്ന് പറഞ്ഞു. എന്താണ് ക്യാൻസർ ബാഗ്? അപ്പോൾ ഈ ക്യാൻസർ ബാഗ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ക്യാൻസർ ബാഗ് കാണിച്ചു കൊടുത്തിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. ശ്രദ്ധിക്കണേ, ഇത് പറഞ്ഞ് നിർത്താൻ ശ്രദ്ധിക്കണം. ഞങ്ങൾ പോന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, 4ാമത്തെ ദിവസം ഫിലിപ്പ് സാറും മഹേഷ് സാറും സ്കൂളിലോട്ട് വരണം. എന്താ ടീച്ചറെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു സാറുമാരെ, അതേ നിങ്ങൾ ക്ലാസ് എടുത്ത് പോയതിന് ശേഷം ഒരു കൊച്ചു കത്ത് എഴുതി. ആ കത്ത് പോയിട്ടൊരു മനുഷ്യൻ ഇവിടുന്ന് കരയുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കൂളിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ മനുഷ്യൻ കത്തുമായിട്ട് അവിടെ ചെന്നു. ഞാനും മഹേഷോ സ്കൂളിൽ ചെന്നു 4ാമത്തെ ദിവസം. അങ്ങനെ ഒരു ചെറിയ ഒരു പാരിഷ് ഹാളിനകത്ത് അവിടെ ടീച്ചറും പ്രിൻസിപ്പളും എല്ലാവരും വന്നു. അവിടെ വെച്ചിട്ട് ഈ മനുഷ്യൻ തലയിൽ തത്തിയിരിക്കുക. മനുഷ്യൻ പറയുകയാണ്, 16 വർഷം ഞാൻ റിയാദിൽ ജോലി ചെയ്താണ്. എനിക്ക് സാറേ 10 കടമുറിയുണ്ട്, ഒരു കുഞ്ഞ് 2 കോട്ടേഴ്സ് ഉണ്ട്, അവിടെ കുറച്ച് ഭായിമാരെ താമസിക്കണം സാറേ, ചെറിയൊരു പലചരക്കടയുണ്ട്. ഈ ഇന്ത്യക്കാർക്ക് സാറേ പലചരക്ക് സാധനം കൊടുക്കുന്ന കൂട്ടത്തിൽ ഓർക്ക് ഈ ആൻസ് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പലചരക്ക് കച്ചവടം നിന്ന് പോകും. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചപ്പോൾ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും സാറേ. ഇനി 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നെ. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാറേ. ഞാൻ അപ്പോഴും നിർത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ കണ്ണ് തുറപ്പിച്ച് ഈ പൊന്നു മോളന്ന്, എൻ്റെ കണ്ണ് തുറപ്പിച്ച് മോളന്ന് നോക്ക്. 5 പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടും ഈ കോൾപ്പ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഈ മനുഷ്യന്
ഈ സ്ഥാനം വിൽപ്പന നിർത്താൻ പറ്റാത്ത ആ മനുഷ്യനെ അൻഷിത എന്ന് പറയുന്ന വടവരത്തുള്ള ഓട്ടോറിക്ഷക്കാരന്റെ മകൾ പേനയും പേപ്പറും എടുത്തൊരു 10ാം ക്ലാസ്സുകാരി അവളുടെ പദസമ്പത്തിന് മുമ്പിൽ പ്രിയപ്പെട്ട ഇക്ക നിങ്ങൾക്ക് 3 പെൺകുട്ടികളല്ലേ, അവരെ ഭാവി വിവാഹം ചെയ്ത് കൊടുക്കും, അവരെ കെട്ടിക്കൊണ്ട് പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിഞ്ഞാൽ ഉപ്പയുടെ സ്ഥാനത്ത് കൊണ്ട് ചിന്തിക്കുമ്പോൾ സങ്കടം വരുമോ ഇല്ലയോ എന്ന വാക്കെഴുതി അവസാനിപ്പിച്ച കത്തിന്റെ അവസാന വരികളിൽ ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. ആ മനുഷ്യ കത്തുമായിട്ട് സ്കൂളിൽ ഓടി വന്നു. അങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എത്രയോ അനിശ്ചിതമാരോണ്ടിരിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ വാക്കിലൂടെ, വരയിലൂടെ, സംസാരങ്ങളിലൂടെ, വീഡിയോകളിലൂടെ സമൂഹത്തിന് മുൻപോട്ട് നയിക്കപ്പെടാൻ എൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏത് മേഖലയാണെങ്കിലും ഏതിടങ്ങളിലാണെങ്കിലും ലഹരി എന്ന് പറയുന്ന മഹാദുരന്തത്തിനെ എതിർക്കാൻ സായുധ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. അത് വാക്കുകൊണ്ട്, എഴുത്തുകൊണ്ട്, സംഭാഷണ ശൈലികൾ കൊണ്ട്, സൗഹൃദങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല നിമിഷങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കണം. ദ പ്രസന്റ് മൂമെന്റ് ഇസ് ഇന്നവെറ്റബിൾ. ആ സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരുടെ സ്നേഹ വായ്പകൾ നേടിക്കൊണ്ട്, അവരുടെ ആദരവുകളും അവരുടെ വായ്പകൾ നേടിക്കൊണ്ട് വേണം നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പോട്ട് നയിക്കാൻ. ലോകത്തെ ഏറ്റവും വലിയ ലഹരി ഏതാ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ലോകത്തെ ഏറ്റവും വലിയ ലഹരി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയുമാണെന്ന് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ യാത്രകളിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന 2 തിരിശേഷിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കളാവണം. കാരണം ശാസ്ത്രലോകത്തിന് ഇന്നും മനസ്സിലാകാത്ത വലിയ സത്യമുണ്ട്. ഒരു മനുഷ്യൻ ജീവനും മരണത്തിനുമിടയിൽ ഒരു സമയമുണ്ട്, ഗോൾഡൻ ടൈം. റോഡപകടത്ത് മരിക്കുന്ന ചില ആളുകളുണ്ട്. രക്തം വാർന്നു പോയി ഒരുപക്ഷെ അവസാന സമയങ്ങളിൽ ആ മനുഷ്യനെ കണ്ടെത്തുന്ന ചില വ്യക്തികളുണ്ട്. അവിടുന്ന് ഇങ്ങനെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ആ മനുഷ്യൻ കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ ഒരുപക്ഷെ തൻ്റെ ഭാര്യ ഉണ്ടാവും, അപകടത്തിൽപ്പെട്ട് തൊട്ടപ്പുറത്ത് മരിച്ചുപോയിട്ടുണ്ടാവും, അവിടെ കിടക്കുന്നുണ്ടാവും. എൻ്റെ ഭാര്യ എവിടെയെന്നായിരിക്കുമല്ലോ ചോദിക്കുക. ഭാര്യയുടെ പേരൊന്നും പറയില്ല, പ്രിയപ്പെട്ട മക്കളുടെ പേരൊന്നും പറയില്ല. പക്ഷേ ആ മനുഷ്യൻ ആ അൺകോൺഷ്യസ് മൈൻഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ, അമ്മ, ഉമ്മ, ഉമ്മ, ഈ വാക്കുകൾ മാത്രമായിരിക്കും മനുഷ്യൻ സംസാരിക്കുന്നത്. ഇന്നും ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റിയ വലിയ സത്യമാണ്. അതെൻ്റെ മക്കൾ ആരും മറന്നു പോകരുത്. എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ നടന്നു കയറുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാണത്തിൽ നിങ്ങൾക്ക് ശക്തിയും ബലവും എല്ലാം നൽകപ്പെടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതും നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കേണ്ടതും നിങ്ങളുടെ പേരൻസിനോടാണ്, പ്രത്യേകിച്ച് ഉപ്പയോടാണ്. ഈ ഉപ്പമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പേരിൽ 4 പേർ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ൽ 4 ഉപ്പമാർ ഇപ്പം മരിക്കുക. അപ്പം ഇത് ഫിലിമമ്പാട്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യനിൽ 50 വയസ്സ് കഴിഞ്ഞ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള ഉപ്പമാർ ഹൃദയം പൊട്ടി മരിക്കപ്പെടുന്നു, കാർഡിയോ അറസ്റ്റ് വരുന്നു, സൈലന്റ് അറ്റാക്ക് വരുന്നു, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമ്മർദ്ദങ്ങൾ, മാനസികം, സാമൂഹ്യം, സാമ്പത്തികം എല്ലാം ഈ ഉപ്പമാരെ അലട്ടുന്നുണ്ട്. അതിന് പ്രധാന പങ്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ഉത്തരവാദിത്തമുണ്ട്. കാരണം നിങ്ങളൊക്കെ കൂടുതൽ നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ കൂടുതൽ മൊബൈൽ ഫോൺ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകൾ, അവരെ തിരിച്ചറിയാൻ പറ്റാത്ത മേഖലകൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അവരുമായിട്ട് ഇടപെടലുകളൊക്കെ പെൺകുട്ടികൾ കുറഞ്ഞു പോവുകയാണ് താഴോട്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പയോട് സംസാരിക്കാൻ, ഉപ്പയുടെ അടുത്തിരിക്കാൻ, ഉപ്പയുടെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി കൊടുക്കാൻ, ഉപ്പയുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ, ഉപ്പയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം. കാരണം നിങ്ങളുടെ വായ്പകളാണ്, സ്നേഹ വായ്പകളാണ് അവരുടെ ഹൃദയത്തെ എപ്പോഴും നൈർമല്യമാക്കി മാറ്റുക. ഉമ്മയൊന്നും ഹൃദയം പൊട്ടി മരിക്കൂല. ശരാശരി അറ്റാക്ക് വന്ന് മരിക്കുന്ന ഉപ്പമാരെ ഏറിയ പങ്കും, ഉമ്മമാരൊന്നും മരിക്കൂല. ഉമ്മമാരുടെ കണക്ക് 100ൽ 2%, ഉപ്പമാരുടെ കണക്ക് 100ൽ 88%. അപ്പോൾ അതുകൊണ്ട് ഉമ്മമാർ ആരും ഹൃദയം പൊട്ടി മരിക്കുന്നില്ല. കാര്യം എന്താ, ഉമ്മമാർ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചും കരഞ്ഞിട്ടും പിടിച്ചിട്ടും, ഇല്ലേ നീ കാരണം കൊണ്ടാടി ഞാൻ ഈ സംഗമൊക്കെ ഇങ്ങനെ ഉമ്മ കരഞ്ഞ് ഉമ്മയുടെ ഹൃദയമെല്ലാം അങ്ങോട്ട് നൈർമല്യമാണ് എപ്പോഴും. ഉമ്മയൊന്നും മരിക്കില്ല, ഒരു ഉമ്മയും മരിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഉപ്പമാരെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഉമ്മമാരെ ഏറ്റവും കൂടുതൽ ഉമ്മമാരായിട്ട് നിങ്ങൾക്ക് അടുത്ത് ഇടപഴകാൻ അമ്മമാരായിട്ട് സാധിക്കട്ടെ. പ്രത്യേകിച്ച് പറയാൻ കാരണം, മൈക്കിൾ ജാക്സൺ അറിയുമോ? தெரியுமா? യെസ്, പെരുമപ്പെട്ട ഡാൻസർ ആര്? മൈക്കിൾ ജാക്സൺ. അപ്പോൾ മൈക്കിൾ ജാക്സൺ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിൾ എന്ത് വന്നു? മൈക്കിൾ ജാക്സൺ പറയാണ്, എൻ്റെ ശരീരം മെയിഞ്ചബിളായിരിക്കണം എന്ന് പറഞ്ഞത്. ആ അർത്ഥമൊക്കെ നോക്കി, മെയിഞ്ചബിൾ പൊടി പറഞ്ഞു, എൻ്റെ പുക്കിൾ പൊടി പാടില്ല എനിക്ക് പറഞ്ഞു. ഈ ശരീരത്തിനകത്ത് ഈ പുക്കിളിൻ്റെ കുഴി പാടില്ല, അത് മായ്ച്ചു കളയാനാണ് പറഞ്ഞത്, വേണ്ട. അങ്ങനെ ലോകത്തിനെ അദ്ദേഹം വെല്ലുവിളിച്ചു മൈക്കിൾ ജാക്സൺ. ഷിക്കാഗോയിൽ ഡോക്ടർമാരെല്ലാം ഒത്തുകൂടി 16 ഡോക്ടർമാർ സംഗമിച്ചു. മൈക്കിൾ ജാക്സൺ അപരനെ കണ്ടെത്തി. അങ്ങനെ അതേ രക്തവും പ്ലാസ്മകളെ കണ്ടെത്തി. അങ്ങനെ സർജറിക്ക് തീയതി തീരുമാനിച്ചു. മൈക്കിൾ ജാക്സൻ്റെ അപരനെ സർജറി നടത്താൻ തീരുമാനിച്ചു. സർജറി നടത്തി 14ാമത്തെ ദിവസം ഈ സർജറി പരാജയപ്പെട്ടു. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങി. ഷിക്കാഗോയിലെ മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു, ഒരു മാതാവിൻ്റെ പുക്കിൾക്കൊടി ബന്ധം ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനും മനുഷ്യ ശരീരത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റുന്ന നല്ല സത്യം ലോകം തിരിച്ചറിഞ്ഞു. അങ്ങനെ മൈക്കിൾ ജാക്സൺ ലോകത്തിനോട് മാപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലോകമേ നീ എനിക്ക് മാപ്പ് തരിക. മാതാവിൻ്റെ പുക്കിൾക്കൊടി ബന്ധം ഒരു മാനവരാശിക്കും മായ്ച്ചു കളയാൻ
പറ്റില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതിന് മാപ്പ് തരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് മൈക്കിൾ ജാക്സൺ നമ്മൾ കണ്ടത്. 9.5 മാസക്കാലത്തോളം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഒരു കേബിൾ വയർ അമ്മയുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇട്ട് തന്നായിരുന്നു, ഒരു കേബിൾ വയർ. ആ കേബിൾ വയറിലൂടെയാണ് അന്നജ, വിറ്റാമിൻ, പ്രോട്ടീൻ, ജലാംശം, മിനറൽസ് മുഴുവനും ഊറ്റി വലിച്ച് കുടിച്ച് 9.5 മാസം കഴിഞ്ഞപ്പോൾ ആ കേബിൾ വയർ കട്ട് ചെയ്തു. ആരോ അത് കൂട്ടിക്കെട്ടി. ആ അടയാളമാണ് എന്നും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട്. മാതാവിൻ്റെ പൊക്കിൾക്കൊടിയുടെ ആഴത്തിലൂടെ അടയാളം. ആ അടയാളം ആണ് നമ്മളെ മുൻപോട്ട് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ. അമ്മയെ സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്ത് തനിക്ക് ചെയ്യാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയാണ് ഓരോ ഉമ്മമാരും. അവരെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കൽ ചെടികൾക്കും കരിയാപ്പിലകൾക്കും തെങ്ങിനും കവുനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്തവളുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. നീ രണ്ടാം കുഞ്ഞിനെ പിടിച്ച് കിളിക്കുഞ്ഞിനെ പിടിച്ച് ഉമ്മറപ്പിടി താലോലിക്കുമ്പോൾ അമ്മ പറയും മോനെ മോളെ എന്നെ തുറന്നു വിടും മക്കളെ. അതിനെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള കരഞ്ഞു വരുമെന്ന് പറയുന്ന സ്നേഹവായ്പിനെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തമായി ഒരു മുറി പോലും ഇല്ലാതെ പരാതിയും പരിവട്ടങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് അമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള പരിവം പറച്ചിലിൽ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നുപോയി മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ പേരാണ് ഉമ്മ. അവളെ സങ്കടപ്പെടുത്തരുത്. ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും ഉമ്മയില്ലാത്ത വീട്, അമ്മയില്ലാത്ത വീട് വീടേ അല്ല. അവർ ഉള്ളിടത്തോളം കാലം മാത്രമേ നിങ്ങൾ ഉള്ളൂ. പോത്തിയാസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ തത്വചിന്തകൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയണേ. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ തന്നതില്ലല്ലോ ഈ പൂക്കളൻ കരങ്ങളിൽ നീ, ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ ചേർത്ത് പിടിച്ചതില്ലല്ലോ നിൻ കരങ്ങളൻ മേനിയിൽ, ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ എനിക്കായി നീ പ്രാർത്ഥിച്ചതൊന്നും കേട്ടതില്ലല്ലോ ഈ അമ്മ. 6 അടി മണ്ണിൽ നിദ്ര കൊള്ളുമ്പോൾ എന്തിന് നീ എൻ കല്ലറമേൽ ഈ പൂക്കൾ അർപ്പിപ്പത്, ആര് കാൺപത് നിൻ ജബൽബനങ്ങൾ, ആര് കേൾപ്പത് നിൻ കണ്ണീർ വിലാപങ്ങൾ. വലിയൊരു അർത്ഥമുള്ള വാക്കാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒന്നൊരു ഹഗ്ഗൊക്കെ കൊടുക്കുക, അവരുടെ കൂടെ കമ്മിറ്റഡ് ആയിരിക്കുക, വാക്കുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരെ തൃപ്തിപ്പെടുത്തുക, വാക്കുകൊണ്ട് മുറിപ്പെടുത്താതിരിക്കുക, ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ടുള്ള ആശയവിനിമയം നിങ്ങൾ നടത്തുക. അവിടെയാണ് ഏറ്റവും നല്ല ഒരു മക്കൾ മഹാത്മ്യം നമ്മളെ കുടികൊള്ളാൻ പറ്റുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് പൂർത്തിയാകുന്നു.